എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണാൻ പോകുന്നത് പവിഴം കുക്ക് ഓഫ് സ്മാർട്ട് കറി പൗഡേഴ്സ് പ്രസൻസ് അമൃതവേണി ഹെയർ എലിക്സർ ഫ്ലവേഴ്സ് 1 കോടി വിത്ത് കോമഡി. ഇന്ന് ഈ വേദിയിലേക്ക് കടന്നു വരുന്ന മത്സരാർത്ഥിയെ ഞാൻ കൂടുതൽ പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. വരുന്നു നമ്മുടെ പ്രിയങ്കരിയായ നവ്യ നായർ. ഹായ് നവ്യ. ഹലോ സർ. സുഖമാണല്ലോ? നമുക്ക് നലക്കി പൊളിക്കണം. നവ്യ, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു ഇപ്പം? നന്നായി പോകുന്നു. കുറച്ച് ദിവസമായി കണ്ടിട്ട് അല്ലേ? ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർ മാജിക്കിലും ഒക്കെ വന്ന് നവ്യ കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലവേഴ്സിന്റെ വേറൊരു പ്രോഗ്രാമിന് ഞാൻ വന്നിരുന്നു, ഒരു തള്ളൽ എന്ന് പറഞ്ഞിട്ട്. ഫ്ലവേഴ്സ് കോമഡി തള്ളൽ. തള്ളി വന്നു ശരിക്കും. എന്നെ അതിന് വിളിച്ചത് ഞാൻ തള്ളണോണ്ടാന്ന് തോന്നുന്നു. എന്നാലും നന്നായി, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു നവ്യയുടെ പ്രസൻസ്. നവ്യയും അങ്ങനെ ഒരു പ്ലസന്റ് ആയ ആളാണല്ലോ. അതെ, എനിക്ക് ഒരു സംശയമില്ല. നവ്യനെ മാത്രമല്ല, എനിക്കൊന്ന് കോമഡി കണ്ട അറിഞ്ഞങ്ങ് ചിരിക്കും. ബാക്കി വെക്കത്തില്ല അല്ലേ? ബാക്കി വെക്കില്ല എന്ന് മാത്രല്ല, സ്റ്റാർ മാജിക്കിലേക്ക് ഓർമ്മയുണ്ട്, കോമഡി ഓരോന്നിങ്ങനെ വളരെ സ്പോണ്ടേനിയസ് ആണ്. അതൊട്ടും പ്ലാൻഡ് അല്ലാത്തൊരു ഷോ അല്ലേ. അപ്പൊ ഇവരെന്താ പറയാൻ പോകുന്നത് എന്ത് പറയും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഞാനും സലീമേട്ടനും ഞങ്ങൾ രണ്ടുപേരും അപ്പുറത്ത് ഇരിക്കാം. ഞാൻ ഈ തമാശ പറയുമ്പോഴേക്കും അടുത്തിരിക്കുന്ന ആളിനെ അങ്ങോട്ട് അടിക്കും. തങ്കച്ചൻ ബാലാമണിയായിട്ട് വന്നിട്ടുണ്ട് സ്റ്റാർ മാജിക്. അതെ അതെ, അങ്ങനെ അടിച്ചിട്ട് അവസാനം അടുത്ത ദിവസം ഞാൻ ഷൂട്ടിങ്ങിന് വന്നപ്പോ രണ്ടുപേർക്ക് 2 കസേര. അപ്പം എനിക്ക് എത്തിപ്പോയിട്ട് അടിക്കാൻ പറ്റുള്ളൂ. മറ്റേത് എന്റെ തൊട്ടടുത്തായിരുന്നു. അപ്പൊ ഞാൻ അടിച്ചിട്ട് കാലിന്റെ തൊടയൊക്കെ വേനെടുത്തിട്ട് ഞാനത് അറിയുന്നില്ല, ആവേശത്തിന്റെ പുറത്ത് തല്ലുന്നതാ. അടിയോടടി ഭയങ്കര തല്ലല്. ഞാൻ ചോദിച്ചത് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ പറയാ, വീട്ടിൽ പോയപ്പോ എന്റെ വൈഫ് വഴക്ക് പറഞ്ഞു. അങ്ങനെ നവ്യ നായരൊക്കെ എന്നെ ഇങ്ങനെ തല്ലുകയെന്ന് പറഞ്ഞാൽ എന്റെ വൈഫ് വഴക്ക് പറഞ്ഞു. അവൾക്ക് പൊസസീവ്നെസ് അടിച്ചു. അതല്ല, അവരെന്തോ ടെക്നിക്കൽ കാര്യത്തിന് വേണ്ടിയിട്ട് 2 ചെയർ സെപ്പറേറ്റ് ചെയർ ആക്കിയതാണ് ഞങ്ങൾക്ക്. ഈ പാണ്ടിപ്പട ലൊക്കേഷനിൽ ഇതുപോലെ ദിലീപിനെ തുടലിട്ടിരിച്ചോ? ഇല്ലല്ലോ, തമാശ കൂടിയിട്ട് അന്നല്ലേ? അങ്ങനെ അടിക്കുകയും എന്നെ തിരിച്ചു ഓടിച്ചിട്ട് തല്ലാൻ വന്നിട്ടുണ്ട് ദിലീപേട്ടൻ നല്ല കുറെ പേര്. എനിക്ക് തോന്നുന്നു അന്നല്ലേ ദിലീപിന് ഒരിക്കലും ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം പറഞ്ഞു കൊടുത്തത്. പ്രായം ചോദിച്ചപ്പോ 45 വയസ്സായിരുന്നു, 28 വയസ്സുള്ള ദിലീപിന് അല്ലേ? അങ്ങനല്ല, 28 വയസ്സല്ല. അത് ഏത് ലൊക്കേഷനിലായിരുന്നു? അത് കുഞ്ഞിക്കുഞ്ഞന്റെ ലൊക്കേഷനിലായിരുന്നു. അന്ന് എത്ര വയസ്സുണ്ടാവും ദിലീപേട്ടൻ? ഒരു 35. അല്ലല്ല, 35 ഉണ്ടോ? 36, 37 അങ്ങനത്തെ ഒരു. നമ്മളിത്തിരി കുറച്ച് പറഞ്ഞേക്കാന്ന്. ഞാൻ താരതമ്യേന ന്യൂ കമർ ആണല്ലോ. ശരിക്കും ദിലീപേട്ടനോടൊപ്പം 2 സിനിമ ഇഷ്ടവും മഴത്തുള്ളി കിലുക്കവും ചെയ്തുള്ള പരിചയമുണ്ട്. അപ്പൊ അങ്ങനെ ലൊക്കേഷനിൽ ഞാന് ഹനീഫുക്ക, മച്ചാൻ വർഗീസേട്ടൻ എല്ലാരും കൂടി ഇങ്ങനെ ഇരിക്കുക. അപ്പൊ മച്ചാൻ വർഗീസേട്ടൻ എന്നെ റമ്മി കളിക്കാൻ പഠിപ്പിച്ചോണ്ടിരിക്കുക. എല്ലാം പഠിച്ചോണ്ടെങ്കിൽ പെട്ടെന്ന് ദിലീപേട്ടൻ വന്നിട്ട്, ബ്രേക്ക് ടൈമാ, ദിലീപേട്ടൻ വന്നിട്ട് പറഞ്ഞു, ധനു ഒരു കാര്യം പറയട്ടെ, എന്റെ പേര് ധന്യ എന്നാണ് പേര്. അങ്ങനെ ഒരു പേരുണ്ടോ? അതാണ് ഒറിജിനൽ പേര്? അതാണ്, ധന്യ വീണ എന്നാണ്. ധന്യ വീണ, അത് മാറ്റിയതല്ലേ ഇത്? അങ്ങനെ ധനു എന്നാണ് ദിലീപേട്ടൻ ഇപ്പൊ ഷോർട്ടായിട്ട് വിളിക്കുക. അപ്പോ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പിന്നെ ഇവിടെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ എന്റെ ഏജിനെ പറ്റി. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് പറയും ഏജ്. ഞാൻ നമുക്ക് ഈ രംഗത്തൊരു പരിചയമുണ്ടോ സാറിന്? ആൾക്കാരുടെ പ്രായം പറഞ്ഞു അതെ. അപ്പൊ ദിലീപേട്ടന്റെ ആ കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല ദിലീപേട്ടൻ, ഞാൻ എന്ത് വയസ്സ് പറയാൻ എനിക്കറിയില്ല. അല്ല, നീ പറഞ്ഞ കറക്റ്റ് ആവും. എന്റെ മനസ്സ് പറയുന്നു നിനക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല ദിലീപേട്ടൻ, ഞാനെങ്ങാനും പറഞ്ഞിട്ട് നീ വയസ്സ് കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ദിലീപേട്ടൻ അത് വിഷമാവില്ലേ? അപ്പോഴത്തേക്ക് ഹനീഫ്ക്ക് പ്രോത്സാഹനം. എവിടെ ദിലീപിനു അവൻ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുന്ന ആളാണ് അല്ലേടാ, എത്ര സ്റ്റേജ് ചെയ്തിരിക്കണു എന്നൊക്കെ പറഞ്ഞ പേര് അതങ്ങോട്ട് പൊലിപ്പിച്ചു. അവസാനം സമ്മതിക്കുന്നില്ല, ഞാൻ പറഞ്ഞേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഏകദേശം ഒരു 47-48. അപ്പോഴേക്കും ദിലീപേട്ടന്റെ അലർച്ചയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ലേ, അത്ര ഇല്ലേ? അപ്പൊ ശരിക്കും 37 വയസ്സോ 38 വയസ്സോ ഉണ്ടാവുള്ളൂ. അങ്ങനെ എന്നെ നമ്മുടെ ഷൂട്ടിന് വേണ്ടി എല്ലാരും ഇരിക്കുന്ന ഒരു വീടുണ്ട്, ആ വീടിന് ചുറ്റും ഓടിച്ച് അവസാനം ആ വീടിന്റെ ഫ്രണ്ടിലെ ചെളിവെള്ളത്തിൽ ഞാൻ തെന്നി താഴെ വീട് ഇടിയൊക്കെ കൊണ്ട്. മഴത്തുള്ളി കിലുക്കം രണ്ടാമത്തെ സിനിമയായിരുന്നു. ആ സിനിമയുടെ ലൊക്കേഷനിലാന്ന് തോന്നുന്നു നവ്യ ലോകത്ത് ഏറ്റവും കൂടുതൽ പാവയ്ക്ക കഴിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറിയത് അല്ലേ? എന്തായിരുന്നു ആ സംഭവം? ഇത്രയും കൂടുതൽ പാവയ്ക്ക ഒറ്റയടിക്ക് കഴിയാൻ ഈ ചേപ്പാടുകാരിക്ക് ഭാഗ്യം ഉണ്ടായത്? നവ്യ കഴിച്ചൊന്നുമില്ല. ഇല്ലല്ലേ? ഇല്ല. അങ്ങനെ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ അവിടെ പാവയ്ക്ക തോട്ടത്തിൽ ഒരു സീനുണ്ട്, നല്ല സീനാ അത്. ഷൂട്ടിംഗ് എവിടെ ആയിരുന്നു? മെർക്കാറ. നല്ല ഭംഗിയുള്ള തോട്ടമാണ്. അപ്പൊ ഇങ്ങനെ പാവയ്ക്ക പഴുത്തതും പച്ചയൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കാം. അപ്പൊ അവർക്കത്
ഒരുമിച്ച് വെട്ടിട്ടാണല്ലോ അവർ അയക്കുക, വിൽപ്പന നടത്തുന്നത് അവര്. അപ്പൊ അവര് പറഞ്ഞു ഈ പാവയ്ക്കാത്തോട്ടം നിങ്ങൾക്ക് ഷൂട്ടിങ്ങിന് തരണമെങ്കിൽ ആൾക്കാർ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ലൈറ്റൊക്കെ വെച്ച് തട്ടിക്കഴിഞ്ഞാൽ ഈ പാവയ്ക്ക പിന്നെ അവർക്ക് പുറത്ത് വിൽക്കാൻ പറ്റില്ല, അത് കേടാവും. അപ്പൊ അതുകൊണ്ട് പ്രൊഡക്ഷൻ ഇത് വാങ്ങണം മൊത്തം പാവയ്ക്കും മുഴുവൻ. വലിയ പാവയ്ക്കാത്തോട്ടാണ് സിനിമ കണ്ടിട്ടുള്ള മൊത്തം വാങ്ങിച്ചാലേ സിനിമ ഷൂട്ടിംഗ് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മുടെ പ്രൊഡ്യൂസർ ഷൂട്ടിംഗ് കഴിഞ്ഞ് മുഴുവൻ പാവയ്ക്കയും വാങ്ങിച്ചിരുന്നു അത്രേ. എനിക്കറിയില്ല, അതിശയോക്തിയല്ല. ഈ എല്ലാ കൂട്ടാനിലും പിറ്റേ ദിവസം തൊട്ട് പാവയ്ക്ക തോരൻ, പാവയ്ക്ക അച്ചാർ, പാവയ്ക്ക അവിയൽ, സാമ്പാറിൽ പാവയ്ക്ക. മെർക്കാറ ആ ഭാഗത്തൊക്കെ കൂർഗിലൊക്കെ അത്രയും ഫിഷൊന്നും നന്നായിട്ട് അവൈലബിൾ അല്ല. അങ്ങനെ പാവയ്ക്ക കഴിക്കേണ്ടി വന്നു. പക്ഷെ അതിലൊരു നല്ല ഓർമ്മയുണ്ട് എനിക്ക്, ഇപ്പോഴും മറക്കാൻ പറ്റാത്തൊരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് സുകുമാരി അമ്മ. ആ ലൊക്കേഷനിൽ കിക്കിലി ചേട്ടത്തി എന്ന് പറഞ്ഞ കഥാപാത്രം ആ സിനിമയിൽ ചെയ്തത് സുകുമാരി അമ്മ. സുകുമാരി അമ്മ 2 ദിവസം എന്നെ നോക്കി. അപ്പം സുകുമാരി എനിക്ക് മനസ്സിലായി ഞാൻ ഒന്നും കഴിക്കുന്നില്ല. അപ്പോ എന്റെ അടുത്ത് ചോദിച്ചു, നീ എന്താ ഒന്നും കഴിക്കാൻ? ഞാൻ പറഞ്ഞു, ഇവിടെ എല്ലാത്തിലും പാവയ്ക്ക, എനിക്ക് ഇഷ്ടമല്ല പാവയ്ക്ക എന്നൊക്കെ പറഞ്ഞു. അന്നു മുതല് വരുമ്പോ ലൊക്കേഷനിലേക്ക് കോൺഫ്ലേക്സ് ഒക്കെ മേടിച്ച് പ്രൊഡക്ഷനിൽ പോയി ഈ പാലിനകത്ത് കോൺഫ്ലേക്സ് ഇട്ട് നിറയെ പഞ്ചസാരയൊക്കെ ഇട്ട് റെഡിയാക്കി എനിക്ക് കൊണ്ടുതരും. അതുപോലെ സുമാരി അമ്മയുടെ ഒരു സ്പെഷ്യൽ കോഫി ഉണ്ട്, നല്ല രസമായിട്ട് കോഫിയൊക്കെ ഉണ്ടാക്കി അതിന്റെ പുറത്ത് ഇങ്ങനെ കാപ്പിപ്പൊടിയൊക്കെ വെതറി തൂവിയിട്ടിട്ട് നല്ല ടേസ്റ്റ്. അത് വലിയൊരു ഗ്ലാസ്സിൽ വലിയ കപ്പില് എനിക്ക് കൊണ്ടുവന്ന് തരാം. അതെനിക്ക് വലിയൊരു അനുഭവമാണ്. ഇപ്പം ആ ലൊക്കേഷൻ ഓർക്കുമ്പോ എപ്പോഴും ഞാൻ സുമാരി അമ്മയുടെ. നവ്യ ഈ ഇഷ്ടത്തിന്റെ കന്നഡ വെർഷനിൽ അഭിനയിച്ചു അല്ലേ? ദൃശ്യത്തിന്റെ അല്ലേ? ദൃശ്യത്തിന്റെ 1 and 2 അഭിനയിച്ചു. അതൊരു ഭാഗ്യമായിരുന്നു അല്ലേ? ഈ കന്നഡ എങ്ങനെ? കന്നഡ നല്ല അടിപൊളിയായിട്ട് അറിയില്ല, ഒരു വാക്കും അറിയില്ല. അപ്പൊ പിന്നെ പ്രോബ്ലം ഇല്ലല്ലേ? പ്രശ്നമില്ല. അപ്പൊ പിന്നെ ചുണ്ടനൊക്കെ എങ്ങനെയായിരുന്നു? ഡയലോഗ് ഞാൻ ബൈഹാർട്ട് ചെയ്യും. ഡയലോഗ് ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഡയലോഗ് പറയുന്ന ഭാവം കണ്ടാല് അർത്ഥമെല്ലാം മനസ്സിലാക്കി ഞാൻ മലയാളത്തിൽ അതെല്ലാം കംപ്ലീറ്റ് എഴുതി വെച്ച് ഞാൻ ഫുൾ ഫ്ലെച്ച് പഠിച്ചിട്ടാ പോകുന്നത്. ഞാൻ പെട്ടെന്ന് പഠിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ അവിടെ പോയി ഡയലോഗ് പറഞ്ഞപ്പോ എന്റെ ആ ഒരു പ്രസന്റേഷൻ കണ്ടപ്പോ നടൻ വിചാരിച്ചു എനിക്ക് കന്നഡ നന്നായി വശമുണ്ട്. അപ്പൊ അത്രയ്ക്ക് സ്റ്റൈലായിട്ട് ഇങ്ങനെ തട്ടിക്കൊണ്ടൊക്കെ ഉണ്ടല്ലോ. ഇത് ദൃശ്യത്തിലല്ല, ഇതിന്റെ ഫസ്റ്റ് പടത്തിലാണ് ഞാൻ പറയണേ. നമ്മൾ നമ്മുടെ ഭാഷയിലാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കൗണ്ടേഴ്സ് പറയും, എന്തെങ്കിലും എക്സ്ട്രാ ഇംപ്രവൈസ് ചെയ്യും ടേക്കിലൊക്കെ. അപ്പൊ അതുപോലെ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി വിചാരിച്ചു കൊള്ളാം, ഈ കുട്ടിക്ക് കന്നഡ അറിയാവുന്ന തോന്നുന്നു, കുട്ടിക്ക് മലയാളം അറിയാവുന്ന തോന്നുന്നു എന്ന് പറഞ്ഞ രീതിയിൽ എന്നെ നോക്കിയിട്ട് ഡയലോഗ് ഇങ്ങനെയുള്ള കൗണ്ടറാ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് എന്തോ ഒന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്നെ കളിയാക്കുന്ന എന്തോ ഒരു സാധനമാണ് അയാൾ ഇട്ടേക്കുന്നത്. അപ്പൊ ഞാനിവിടെ താൻ തന്നെ പണി നോക്കണമെന്ന് പറഞ്ഞു മലയാളത്തിൽ. നമ്മൾ കളിയാക്കി പറഞ്ഞ ഏത് ഭാഷയിലും താൻ തന്നെ പണി നോക്കണോ എന്ന് പറഞ്ഞു. ഇല്ല, അവർക്കാർക്കും മനസ്സിലായില്ല. അവരൊക്കെ ക്ലാപ്പ് ചെയ്തു. കാരണം ഒരു ഇംപ്രവൈസ് ചെയ്തൊരു സാധനത്തിന് ഞാൻ അവിടെ അങ്ങനെയാണല്ലോ, അവര് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോ ആ ഒരു കൗണ്ടർ ഭാഷ അറിയാൻ വയ്യാത്ത ഒരാളെ സ്വന്തം ഭാഷയില്, പക്ഷെ താൻ പണി നോക്കണമെന്നാണെങ്കിൽ പോലും അവരത് അവരുടെ ഭാഷയിലേക്ക് അത് അങ്ങനെ തന്നെ ഡബ് ചെയ്ത് യൂസ് ചെയ്തു. കന്നഡ മാത്രം അറിയാവുന്ന ഡ്രൈവറോടൊപ്പം കുറെ മണിക്കൂർ യാത്ര ചെയ്തു, ലൊക്കേഷൻ ടു ലൊക്കേഷൻ അല്ലേ? അതിന് ഡ്രൈവർ കുറെ പഠിപ്പിച്ചോ കന്നഡ? അതായത് ഗ്രാമഫോണിന്റെ ഷൂട്ടിങ്ങിലാ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഞങ്ങൾ ഇറങ്ങി. അപ്പോ ഞാൻ, ദിലീപേട്ടൻ, സലീമേട്ടൻ, എൻ്റെ അച്ഛൻ, സുകുവേട്ടൻ, ക്യാമറമാൻ പി സുകുമാർ, അങ്ങനെ സിനിമയിലെ കുറച്ചധികം ആൾക്കാരുണ്ട്. ഡയറക്ടർ ആദ്യമായവരൊക്കെ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. അവിടെ ഒരു മിനി ബസ്സിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെയാണ് പ്ലാൻ. അപ്പൊ ഞങ്ങളുടെ സങ്കല്പത്തിലൊക്കെ ഭയങ്കര അടിപൊളി മിനി ബസ്സാണ് വരാൻ പോകുന്നത്. പക്ഷെ അവിടെ വന്നപ്പോഴത്തേക്കും ഒരു ഡബു എന്നുള്ളൊരു പറക്കുന്തളിക ലൈനിലുള്ള ഒരു വണ്ടിയാണ് വന്നിരിക്കുന്നത്. വണ്ടി വന്നു. അപ്പൊ ഞങ്ങക്ക് വല്ലാണ്ട് വിശക്കുന്നുണ്ട്. നമ്മള് കേറിയപ്പോ ടീച്ചറിന്റെ അടുത്ത് പറയുന്നു, റെസ്റ്റോറന്റ് ഗുഡ് റെസ്റ്റോറന്റ്. അപ്പൊ പുള്ളി നമ്മളെ നോക്കും, വെറുതെ ഇങ്ങനെ ആക്കും. പുള്ളി ഒന്നും പറയുന്നില്ല. അപ്പൊ ട്രാഫിക്. അപ്പം നമ്മൾ ആഫ്റ്റർ ട്രാഫിക് പ്ലീസ് വെരി മച്ച് ഹംഗ്രി, ബിഗ് ഹംഗ്രി. എല്ലാരും അഭിനയിച്ചോണ്ടിരിക്കുകയാണ്. അവർക്ക് മറ്റേ കമ്മീഷനുള്ള ഡാബ ഉണ്ടല്ലോ, അങ്ങനെ ഒരു ഡാബ എത്തുന്നിടം വരെ നമുക്ക് ഫുഡ് തന്നില്ല. അത് 3 മണിയായപ്പോഴേക്കും നമുക്ക് അവിടെ കൊണ്ടുവന്ന് നിർത്തി. ഇയാളോട് വണ്ടി നിർത്താൻ പറഞ്ഞ ഇയാൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ ഇയാള് ഞങ്ങളെ മൈൻഡ് ചെയ്യാഞ്ഞിട്ടാണോ എന്ന് അറിയില്ല. അവിടെ കൊണ്ടുവന്ന് നിർത്തി. പൊട്ട ഭക്ഷണമായിരുന്നു. ശരി, വേറെ എവിടെന്നെങ്കിലും കഴിക്കാന്നുള്ള രീതിയിൽ ഞങ്ങൾ കുറച്ചൊക്കെ എന്തൊക്കെയോ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഒരു 1 hour, ഒരു 4:30 അല്ലെങ്കിൽ 5 മണിയായിട്ടുണ്ടാവും. ഞങ്ങൾ പോകുന്നു. വണ്ടി ഡിഗിഡിഗിഡിഗിഡിഗിഡിന്ന് പറഞ്ഞിട്ട് ഇടിച്ചങ്ങനെ നിക്കുക. നോക്കുമ്പോ എന്താ വണ്ടിയിൽ പെട്രോൾ ഇല്ല.
ഞങ്ങൾക്ക് ദേഷ്യം വന്നിട്ടുണ്ടല്ലോ. മലയാളത്തിലൊക്കെ ദിലീപേട്ടൻ കുറച്ച് ചീത്ത പറയാൻ തുടങ്ങി. നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്, വണ്ടി എടുക്കുമ്പോൾ പെട്രോൾ അടിച്ചോണ്ടോ നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഒരു മറുപടിയും പറയുന്നില്ല, ഒരു വികാരവും ഇല്ല. എന്നിട്ടോ നാട്ടിലെങ്ങും ഒരൊറ്റ മനുഷ്യരും ഇല്ല. അപ്പൊ ഇയാള് ഞങ്ങളോട് ആരോടും ഒരു മറുപടിയും പറയാതെ ബാക്കി ചെല്ലുന്നു, ഒരു കന്നാസ് എടുക്കുന്നു, അതുമായിട്ട് നടന്നങ്ങ് പോവാ പുള്ളി. ഇല്ല. അപ്പൊ ദിലീപേട്ടൻ അച്ഛനടുത്ത് പറയാം, ഓ ഇത് ഇയാടെ സ്ഥിരം ഏർപ്പാടാ പോകുന്നത്, വണ്ടിക്കകത്ത് കന്നാസൊക്കെ റെഡിയാക്കി വെച്ചേക്ക. അങ്ങനെ ഇയാളങ്ങ് പോയി. ഞങ്ങൾ മറ്റേ തേന്മാവൻ കൊമ്പത്തെ സിനിമയിലെ പോലെ പോകുന്ന ചേച്ചിമാരോടൊക്കെ, ചേച്ചി ശ്രീഹള്ളി പോളം, അങ്ങനെ പോളം, വളി എല്ലാരോടും ഇങ്ങനെയൊക്കെ കളിച്ച് ഏകദേശം ഒരു 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോ ഈ ഡ്രൈവർ വന്നു. ആദ്യമൊക്കെ ഞങ്ങൾക്ക് അതൊരു ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരുന്നു, കാരണം ചൂടെടുക്കുന്നു അത് ഇതെന്നൊക്കെ. അവൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ആ സിറ്റുവേഷനുമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ടു. അവിടെ ഇരുന്ന് ദംഷറാട്സ് കളികളും അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ 2-2.5 മണിക്കൂർ. അപ്പോഴത്തേക്കൊക്കെ വെള്ളം തീർന്നു, കയ്യിലെ വെള്ളം തീർന്നു. ബുദ്ധിമുട്ടാണ്, പക്ഷെ ഞങ്ങൾ അതിനെ തമാശകൾ കൊണ്ട് നിറച്ച് ഈ 6:30 മണിയായപ്പോ ഈ ചേട്ടൻ വന്നപ്പോ പിന്നെ ഞങ്ങൾക്ക് ഇയാളോട് ഒരു വിരോധവും ഇല്ല. എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് ഹംപി വരെ എത്തിച്ചാ മതി. ആരാധക വൃന്ദമൊക്കെ എങ്ങനെയാ? ഉണ്ട്. ഈ ആരാധകരുടെ ഫോൺ എടുക്കാറുണ്ടോ? ഇല്ല, ഫോൺ എടുക്കാറെന്ന് വെച്ചാൽ എനിക്ക് നേരിട്ട് പരിചയമുള്ള, ഇപ്പൊ പിന്നെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം എന്നെ അന്ന് ഇപ്പൊ സിനിമയിൽ ഞാൻ തുടങ്ങിയ കാലം മുതലേ ഇങ്ങനെ ഫോളോ ചെയ്ത് അച്ഛനുമായിട്ടൊക്കെ സംസാരിച്ച്, അച്ഛനാണ് ഫോൺ ഉണ്ടായിരുന്നത്, അതിലൊക്കെ വിളിച്ച് അന്ന് തൊട്ടുള്ള പരിചയമുള്ള വളരെ, അതായത് എന്റെ മുഖം കയ്യിൽ ടാറ്റു ചെയ്തിരിക്കുന്ന ഉണ്ട്. അപ്പം നമ്മൾ പേഴ്സണലി അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ, ഞാൻ പറയുന്നത് ചെറിയ ചെറിയ സ്നേഹമുള്ള ആൾക്കാരെ കുറിച്ചിട്ടല്ല. ചില ആൾക്കാർക്ക് നമ്മളോട്, ഇപ്പൊ ഞാൻ സിനിമയിൽ തിരിച്ച് ഞാൻ വന്നപ്പോ ഞാൻ കൊടുത്ത ഇന്റർവ്യൂ 12 ആണെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ തിരിച്ചു വന്ന സമയത്ത് ഒരുത്തി എന്ന് പറഞ്ഞ സിനിമയായിട്ട് തിരിച്ചു വന്നപ്പോ അന്ന് കൊടുത്ത ഇന്റർവ്യൂസ് കണ്ടിട്ട് കുറെ ആൾക്കാർ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ വളരെ മോട്ടിവേറ്റഡ് ആയി, പണ്ട് നവീനെ ഇഷ്ടമുണ്ടായിരുന്നില്ല, ഇപ്പൊ ഫാനായി എന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ പറയുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് അത്യാവശ്യം ആരാധകരൊക്കെ ഇപ്പൊ നേരിട്ട് പരിചയമുണ്ട് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം. അപ്പൊ അവരുമായിട്ടൊക്കെ നല്ല സ്നേഹബന്ധം കാത്തു സൂക്ഷിക്കാം. ഇമെയിൽ ഇല്ല, ഇപ്പം എന്റെ നമ്പേഴ്സ് ഒക്കെ കുറെ പേർക്ക് അറിയാം. അങ്ങനെ ഒരു ആരാധകനെ കടുപ്പം കൂടിയിട്ട് അങ്ങ് വീട്ടിൽ വന്ന് കയറി എന്ന് പറഞ്ഞു, ഒളിച്ചോടാൻ പോവാണ്, ഞാനും നവിയും കൂടെ അച്ഛനോട് പറഞ്ഞെന്ന് പറഞ്ഞു. ഇദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രായം എത്രയാ ഈ വന്ന കയറിയ ആളിന്? അച്ഛൻ എന്നാ, ഞാൻ അയാളെ കണ്ടില്ല, കാണാൻ വീട്ടിനകത്ത് ഈ സംഭവം പുറത്തു വരുന്നു. അയാളെ വീട്ടിനകത്ത് കയറിയോ? ഇല്ല, വീടിന്റെ ഗേറ്റിന്റെ ഭാഗത്ത്. വൈകുന്നേരം ഒരു ഉച്ച സമയമൊക്കെ ഊണൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയം. അതെ അതെ. അപ്പൊ ഇദ്ദേഹം വന്നിട്ട് അവകാശപ്പെടുന്നത് ചോരയിലാണ് അദ്ദേഹം എഴുതി അയച്ചിരിക്കുന്നത്. ചോരയിലോ? അപ്പൊ അങ്ങനെ എഴുതി ഇല്ല, പുറത്താണ്. അപ്പം ഡ്രൈവറൊക്കെ പോയിട്ടാണ് ഡ്രൈവറിനടുത്ത് പറഞ്ഞത് എഴുത്താണ്. അതിനിട്ട് അയാളുടെ കയ്യിലൊരു എഴുത്തുണ്ട്, അത് ഞാൻ എഴുതിയ എഴുത്താണെന്നാണ് പുള്ളി പറയുന്നത്. എന്നെ വന്ന് എന്താ സാറേ പറയാവോ കേട്ടോ, ഇനി ചിലപ്പോ നമ്മളെ ഓർമ്മപ്പിച്ചെല്ലാം കാണാം ഒരു കത്തൊക്കെ രാത്രി എഴുതി അയച്ചോ. പിന്നെ ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയിട്ടില്ല ഇന്ന് വരെ കത്തയക്കാൻ. അപ്പോ ഇദ്ദേഹം പറയുന്നത് ഞാൻ എഴുതിയ കത്താണ്. അപ്പോ അതിൽ എഴുതിയിരിക്കുന്ന കോണ്ടന്റ് ഇങ്ങനെയാ, അതായത് എന്നെ വന്ന് വീട്ടിൽ വന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോകണം, അതല്ലാതെ എനിക്ക് ഇവിടുന്ന് വരാൻ പറ്റില്ല. മനസ്സിലായി? എനിക്കറിയില്ല. അച്ഛൻ ചെയ്ത പരിപാടി ഞാൻ നവ്യാലെ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യണമായിരുന്നു, എന്നെ കുറിച്ച് താൻ എന്താ മനസ്സിലാക്കിയത്, വാട്ട് യു തോട്ട് ഓഫ് മീ. അപ്പൊ എന്നിട്ട് ഇത് അച്ഛനോടാണോ പറഞ്ഞത്? ഇത് ഡ്രൈവറോട് ആദ്യം പറഞ്ഞു, അത് കഴിഞ്ഞ് ഡ്രൈവർ വീട്ടിൽ വന്ന് പറഞ്ഞു. അച്ഛൻ പുറത്തിറങ്ങി അയാളെ ഇതൊക്കെ വായിച്ചു. അച്ഛനറിയാലോ എന്റെ കൈയക്ഷരമൊക്കെ, ഇത് ഫ്രോഡാണെന്ന് വേഗം മനസ്സിലായി. പിന്നെ അച്ഛൻ ദേഷ്യപ്പെട്ടു, പക്ഷെ അയാൾ പോയില്ല. അയാൾ കുറെ നേരം പോകും, വീണ്ടും വരും. എന്നെ കൂടെ വിടുക എന്നുള്ളതാണ് അയാൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഞാനിവിടെ വെയിൻ കട്ട് ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഇത് ചതിയാണ്, എന്നെ ചതിച്ചതാണെന്നൊക്കെ പറഞ്ഞു. ഇന്നൊക്കെ ആണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രശ്നമായി പോയി. മാത്രല്ല ഇന്ന് വേറെ പ്രശ്നമാണ്, സോഷ്യൽ മീഡിയ മാത്രമല്ല ടി വി ചാനൽ ലൈവ് വന്നതിന് നവിയുടെ വീട്ടിന്റെ മുന്നിൽ പ്രശ്നം നടക്കുന്നു, ഒളിച്ചോടാൻ ഇറക്കി വിടണമെന്ന് പറഞ്ഞിട്ട്. വളരെ ചെറിയ കാര്യം. ചിലപ്പോ ഇങ്ങനെയും കൂടെ വരും, ഒരു സാധു മനുഷ്യൻ ആരാധന മൂത്ത് വന്നിട്ട് അയാളെ ഒന്ന് കാണാൻ പോലും ഈ നടി തയ്യാറായില്ല. ഇപ്പൊ വളരെ റീസെന്റ് അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടല്ലോ ഓരോരുത്തർ പറയുന്നതും. പിന്നെ ഏറ്റവും അവസാനം വന്നിട്ട് ഞാനൊന്ന് കണ്ടോട്ടെ, എനിക്കൊന്ന് നേരിട്ട് കണ്ടാലെങ്കിലും മതി എന്നൊക്കെ ലെവലിൽ കാണിച്ചോ? ഇല്ലില്ല, അച്ഛൻ അയാളെ പേടിച്ചോ? ഈ സംഭവം ബ്ലഡിലൊക്കെ മുക്കി കത്തുമായിട്ട് വന്നായുണ്ട്. അല്ലെങ്കിൽ ബ്ലഡിൽ മുക്കി കത്ത് ഒരാളൊന്നല്ല അയക്കണേ. അങ്ങനത്തെ കത്തുകളൊക്കെ കുറെ എണ്ണം
വന്നിട്ടുണ്ട്. ശരിക്കും നീ വല്ല വേറെ വല്ല നിറവും പുരട്ടി അയക്കുന്നതാണോ ഒരു ചോര? നമുക്കറിയില്ല. അപ്പൊ കുട്ടേട്ടൻ എന്തോ ചോദിക്കാനുണ്ട്. കുട്ടേട്ടാ. ആ നവ്യ വന്നിട്ടുണ്ട്. നമസ്കാരം നവ്യ നായർ. നമസ്കാരം. താങ്കൾക്ക് സുഖം തന്നെയല്ലേ? എനിക്ക് സുഖം. കുട്ടേട്ടൻ ഇവിടെ തന്നെ നിപ്പാണോ കുട്ടേട്ടാ? കുറച്ചു കാലമായല്ലോ. നവ്യ, എനിക്കിവിടുന്ന് നടന്ന് ഒരു സ്ഥലത്തേക്കും പോകാൻ സാധിക്കില്ല. ഞാൻ ഇവിടെ തന്നെ തളയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അടുത്ത പ്രാവശ്യം തൊട്ടൊരു കസേര ഇട്ട് തരാൻ പറയൂ കുട്ടേട്ടാ. എനിക്ക് വളഞ്ഞിരിക്കാൻ സാധിക്കില്ല, കാരണം എന്റെ രൂപത്തിന് അത് ഒട്ടും അനുയോജ്യമല്ല. എനിക്ക് നിൽക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. ആയിക്കോട്ടെ. നവ്യ നായരോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. താങ്കൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഡെയറി മിൽക്ക് എന്ന മിഠായിയിൽ കൈവിഷം ഉണ്ട് എന്ന്. എന്താണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയ്ക്ക് പിന്നിൽ? ഡയറി മിൽക്കുകാര് കണ്ടാ വിചാരിക്കും ഞാൻ എന്തായി പറയുന്നത്. അതെ അതെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഈ ഡയറി മിൽക്ക് എന്നല്ല, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അന്നൊക്കെ അങ്ങനെയാണല്ലോ. നമ്മൾ ഈ എന്താണ് ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഒന്നും അല്ലല്ലോ പഠിപ്പിക്കുക. ആരെന്ത് തന്നാലും വാങ്ങിച്ച് കഴിക്കരുത്, പറയാനൊക്കത്തില്ല, അതിലൊക്കെ എന്ത് കൈവശം. ഈ ഇൻസ്ട്രക്ഷൻ വീട്ടിൽ തരുന്നാരാ? വീട്ടിൽ തരുന്നല്ല, മൊത്തത്തിൽ കേൾക്കുന്ന ആണല്ലോ നമ്മളിങ്ങനെ ആരെന്ത് തന്നാലും വാങ്ങിക്കരുത് പറയും. പിന്നെ ഈ കൈവശ കഥകളൊക്കെ നമ്മളിപ്പോ ആരെങ്കിലും ഒളിച്ചോടി നാട്ടുംപുറം അല്ലേ, അപ്പൊ ഉടനെ പറയുന്നു നല്ലൊരു കൊച്ചായിരുന്നു, ഏതോണ്ട് കൈവശം കൊടുത്ത്. അന്ന് ഏജ് വെച്ചായിരുന്നു ഈ വാർത്തയൊക്കെ. 18 ഒളിച്ചോടി. നമ്മൾ തോന്നും 18 ഇതാ പണിയുന്നു. മനസ്സിലായി, ആ ഒരു കാലമാ. ശരിയാ. ഞാൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ ഇങ്ങനെ എപ്പോഴും കുറച്ച് പുറകിലായിട്ട്, അന്നത്തെ പ്രേമം അതാണ്, കുറച്ച് പുറകിലായിട്ട് അല്ല പുറകിൽ കൂടെ നടന്ന് ബസ് സ്റ്റോപ്പ് വരെ വരും. നേർച്ച പോലെ അല്ലേ? ആ നേർച്ച പോലെ എല്ലാ ദിവസവും ഉണ്ടാവും. ടിപ്പിക്കൽ സ്ഥലം മുതലുണ്ടാവും. നിരന്തരം വരുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോഴൊക്കെ ഒരു ചെറിയ ആ സ്ഥലം എത്തുമ്പോഴത്തേക്ക് ഒന്ന് കാണുമല്ലോ. ആ കാണുമ്പോ ഒരു അല്ല ഇപ്പൊ ഇങ്ങനെ ഒരുമിച്ച് ഒരു സ്ഥലത്തു നിന്നായിരിക്കും അങ്ങോട്ട് ഒരുമിച്ച് പോണ്ടതേ, വേറൊരു വഴിയിലോട്ട് തിരിയുന്ന വഴി. ആ തിരിയുന്ന വഴി എത്തുമ്പോഴത്തേക്കും ആണ് ഇയാള് ജോയിൻ ചെയ്യാ. അപ്പൊ ഒരു അപ്പൊ അങ്ങനെ നമ്മളെ ഒന്ന് കണ്ണ് കൊണ്ടൊന്ന് ജസ്റ്റ് ഒരു അപ്പൊ ഒരു പിന്നെ കുറച്ച് നാളായപ്പോഴത്തേക്ക് ഒരു ചെറിയ സ്മൈലായി. അങ്ങനെ നമ്മൾ കണ്ടതൊന്ന് എക്നോളജ് ചെയ്തിട്ട് നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ഇരിക്കുമ്പോ ഒരു പാലമുണ്ട് നമ്മുടെ അവിടെ, വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയാ. അപ്പൊ ആ പാലം ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ചേട്ടൻ ഓടുന്നു ബാക്കിൽ നിന്ന്, ഭയങ്കര സ്പീഡിൽ ഓടുന്നപ്പോഴത്തേക്ക് എനിക്ക് പേടിയായിപ്പോയി. എനിക്ക് ഓടി വന്നിട്ട് എന്തിനാ, കുറച്ച് സ്പീഡൊക്കെ കൂട്ടി നടക്കുക. പക്ഷെ അത് കയറ്റമാണ്. ഓടി വന്ന് ഫ്രണ്ട് നിന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, പേനയിട്ടോ എന്ന് ചോദിച്ചു. ഞാൻ അല്ല ഞാൻ എന്തിനാന്നറിയില്ലല്ലോ. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എൻ്റെ ബോക്സിൽ നിന്ന് ഒരു പെണ്ണെടുത്ത് കൊടുത്തു. എനിക്ക് കുറച്ച് എഴുതാനുണ്ട്. ഞാൻ പറഞ്ഞു സാരമില്ല, പെണ്ണ് ചേട്ടും വെച്ചോളാൻ പറഞ്ഞിട്ട് ഞാനങ്ങ് പോയി. പെൻ വാങ്ങിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഏകദേശം ഒരു 6 മാസമൊക്കെ കഴിഞ്ഞു. പുള്ളി പുറകിൽ തന്നെ ഉണ്ട്, സംസാരമൊന്നുമില്ല. ഈ പേന കഴിഞ്ഞതിന് ശേഷം പിന്നെ സംസാരമൊന്നുമില്ല. ഞാൻ പക്ഷെ റൂട്ടൊന്ന് മാറ്റി. ആ പോകുന്ന അതെ. പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഈ ചേട്ടനെ കണ്ടില്ല. പക്ഷെ ഈ ചേട്ടന് മനസ്സിലായി ഞാൻ വേറെ റൂട്ടാ പോകുന്നത്. പിന്നെ ആ റൂട്ടിൽ വരാൻ തുടങ്ങി. റൂട്ട് കണ്ടുപിടിച്ച് ആ റൂട്ടില് എല്ലാ വഴികളും എല്ലാവർക്കും ഇല്ലായിരിക്കും, കോളേജിൽ പഠിക്കുന്ന ചേട്ടൻ. പിന്നെ ആ റൂട്ടിൽ കുറച്ച് നാൾ നടന്നിട്ട് ഒരു ദിവസം വളരെ സഡൻ ആയിട്ട് വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ എന്റെ മുമ്പിൽ വന്നതെന്ന് പറഞ്ഞു. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞു. കിട്ടി. എന്റെ എല്ലാ ധൈര്യവും പോയി. ഞാൻ അത് ഇപ്പൊ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ അത് ഇനി ജീവിതത്തിൽ കിട്ടില്ല എന്ന് തോന്നുന്നു. വയറിന്റെ ഉള്ളീന്ന് ഒരു ആന്തലൊരു സാധനം. അല്ല എനിക്ക് അതിന് മുന്നൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ നിന്ന് ഇങ്ങനെ വരുന്ന വഴിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോ സാറിനോട് പറഞ്ഞു എനിക്ക് കുറെ താമരപ്പൂവൊക്കെ കിട്ടിയ കഥകളൊക്കെ പറഞ്ഞു. അതില് ആരൊക്കെയോ ചേട്ടന്മാരാണെന്ന് തോന്നുന്നു എന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഭയങ്കര ഉച്ചത്തില് ബഹളം ഉണ്ടാക്കിക്കൊണ്ട് ഈ ഒമ്നി എന്ന് പറയുന്ന വണ്ടി അന്നൊക്കെ നമ്മള് സിനിമ കാണുമ്പോ പിള്ളേരെ പിടിച്ചോണ്ട് പോകാനും ഇങ്ങനെ അല്ലെ ആ വണ്ടിയില് എന്റെ അടുത്തും കൂടെ വണ്ടി പാസ് ചെയ്തപ്പോഴത്തേക്ക് ഇതിങ്ങനെ തുറന്നിട്ട് ഞാൻ വരണ്ടു പോയി. വരണ്ടു പോയി എന്ന് പറഞ്ഞാ അപ്പൊ ഓടിയ ഞാൻ വീട്ടിൽ ചെന്നിട്ടാണ് ഓട്ടോ നിർത്തിയത്. അത്രയും പേടിച്ചു പോയി. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടാന്ന് പറഞ്ഞിട്ട് ഡയറി മിൽക്ക് ചേട്ടൻ തരുന്നത്. അല്ല ഇഷ്ടത്തിന്റെ പിന്നാലെയാണോ ഈ ഡയറി മിൽക്ക് തന്നത്? അല്ലത് അങ്ങനെ ഒരേപോലെ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടാന്ന് പറഞ്ഞിട്ട് വീട്ടില് ഞാൻ ഈ മുട്ടായി വാങ്ങി
മുട്ടായി വാങ്ങിച്ചില്ല, ഒന്നും വാങ്ങിച്ചില്ല. ബാഗും തൂക്കി ഞാൻ ഓട്ടം. ഡയറി മിൽക്കിനോടൊന്നും എനിക്കിതില്ല. പക്ഷെ എന്താ പറയാ, ഇതൊന്നും ഇപ്പൊ എനിക്ക് മനസ്സിലായി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പാക്ക് ചെയ്ത മുട്ടായിലെന്ത് അതിനകത്ത് പോയിസൺ ആണ് എന്തോ ധരിച്ചിരുന്നത് അല്ലേ? എന്ത് കൈവശം എന്ന് പറഞ്ഞ എന്തോ ഒരു സാധനമുണ്ട്. അതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാ പിന്നെ നമ്മൾ അവര് പറയണ പോലെ ചെയ്യുന്നു. അതാണ് എന്റെ അന്നത്തെ വിശ്വാസം. നവ്യയ്ക്ക് ഒരു ഭാഗ്യമുണ്ട് ജീവിതത്തില്, നല്ല പടങ്ങൾ കിട്ടി. അതിനേക്കാൾ ഒരു ഭാഗ്യമുണ്ട്, ഒരുപാട് ട്രോളും കിട്ടും. കാര്യം എനിക്കൊന്ന് മഴവിൽ മനോരമയിൽ ഒരു പ്രോഗ്രാമിന് പോയിരുന്ന് ഇന്റേണൽ ഓർഗൻസ് മൊത്തം കഴി വൃത്തിയാക്കുമെന്ന് പറഞ്ഞു. പിന്നെ കുറെ കാലത്തേക്ക് ട്രോളർമാർക്ക് സമയക്കുറവായിരുന്നു. അതെ അതെ അതെ. അയ്യോ അതുപോലെ എന്നെ മാറ്റിച്ചൊരു പരിപാടിയില്ല. മുകേഷൊക്കെ ശരിക്കും ഉപയോഗിച്ചു കളഞ്ഞല്ലേ? മുകേഷ് ചേട്ടനാണല്ലോ ഇത്. ഇല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് വിട്ടിട്ട് പോകുന്ന ഒരു കാര്യമല്ലേ. അതെടുത്തിട്ട് ഉള്ളതാ ഞാൻ കണ്ടതാ. കൊല്ലത്ത് ഞാൻ സിനിമ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒരുത്തൻ ഇന്റേണൽ ഓർഗൻ ഞാൻ എന്ത് ഇടിയാ കൊടുത്തെന്നറിയോ അടുത്ത സ്കെഡ്യൂളിൽ പോയപ്പോ. ഈ സ്കെഡ്യൂളിൽ ഇത് എടുക്കണ സമയത്തും അത് നമ്മളൊരു തമാശയായി പറഞ്ഞു വിട്ടു എന്നല്ലാതെ എന്റെ ദൈവം അത് കഴിഞ്ഞിട്ട് പരിപാടിക്ക് ഷോയില് ഇതിന്റെ തന്നെ വീഡിയോസ് അവിടെ വാളിൽ പ്ലേ ചെയ്യാ. ആൾക്കാർ ഇതിനെ കുറിച്ച് ചെയ്ത ട്രോളുകള്, പല പല ട്രോളുകള്. ഒരു ഹെൽമെറ്റ് ഒക്കെ ഇട്ടിട്ട് കാവിമുണ്ടൊക്കെ എടുത്തിട്ട് ഒരുത്തം മറ്റു സാധനങ്ങൾ എടുത്തിട്ട് അലക്കാണ്. ഇന്റേണൽ ഓർഗൻസ് അലക്കണ പോലെയോ. അത് സൂപ്പർ കേട്ടോ. ഞാനിത് പറയുന്നതിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞു ഇതിന്റെ സത്യസന്ധതയോ ആധികാരികതയോ എനിക്ക് അറിയില്ല. ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ആരും ഫ്ലവേഴ്സിന്ന് എന്നെ നന്നായിട്ട് അത്യാവശ്യം കിട്ടി അല്ലേ? മറ്റേ തള്ളലിനകത്ത് വന്ന് എന്തോ പറഞ്ഞു, മാഷിന്റെ ജഡ്ഡി അടിച്ചുകൊണ്ട് എണ്ണക്കാട് നാരായണൻകുട്ടി മാഷിന്റെ കാര്യം. സത്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ മാഷിന്റെ കാലിലൊക്കെ തൊട്ടിരുന്ന അനുഗ്രഹമൊക്കെ വളരെ ഇതായിട്ട് നിക്കാം. നിന്നിട്ട് ഞാനിങ്ങനെ ആ മാഷ് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു. ഞാൻ വളരെ ഭവ്യതയോടുകൂടി നിൽക്കട്ടോ. എനിക്ക് മാത്രമല്ല നിങ്ങളെയൊക്കെ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ കൊണ്ടുപോയിട്ട് പുള്ളിയല്ലേ? അതെ, എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ആ കാലത്തൊക്കെ. അപ്പൊ ട്രിവാൻഡ്രത്തുനിന്ന് ഇവിടെ ഫ്ലവേഴ്സിന്റെ ഈ മണിയുടെ വരെ ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം വന്നൂലോ. ചെറിയ കാര്യമല്ല. അത് ഞാൻ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഞാൻ അത്രയും ഭയഭക്തി ബഹുമാനത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആദരവും കാണിച്ചു നിൽക്കുമ്പോഴാണ് ആ വരുന്ന ബോംബ് സാറ് പറയുന്നത്. ജഡ്ഡി അടിച്ചോണ്ട് തകർത്ത് തരിപ്പണാക്കി ഷാജോൻ ചേട്ടൻ, പക്രു ചേട്ടൻ, ടിനി ടോം ചേട്ടൻ, എല്ലാരും കൂടെ എന്നെ എടുത്ത് അലക്കി അടിച്ച് അല്ലേ? ഇന്റേണൽ ഓർഗൻ വിരിച്ചിട്ടതിനെക്കാട്ടി വല്ലാത്തൊരവസ്ഥ. എനിക്കൊന്നും ഇന്റേണൽ ഓർഗൻ ഇത്ര എറിച്ചിട്ടില്ല. അത് എറിച്ചു എന്ന് മാത്രമല്ല, ഞാൻ അസോസിയേഷന്റെ പ്രോഗ്രാമിന് അമ്മ അസോസിയേഷന്റെ മീറ്റിങ്ങിന് ജനറൽ ബോഡിക്ക് ഞങ്ങൾ പോയപ്പോ ഞാന് മുകേഷ് ചേട്ടൻ, പിഷാരടി, പിഷുവും ലാലേട്ടൻ, സിദ്ദിഖ് താടി ലാലേട്ടൻ, നമ്മളെല്ലാരും കൂടെ നിന്നിങ്ങനെ കോമഡി പറയാം. അപ്പൊ ഇതെല്ലാം പറഞ്ഞു ഞാൻ ചിരിച്ച് എനിക്ക് വയ്യാതെയായി. അപ്പൊ ഇങ്ങനെ ചാക്കോച്ചൻ അതുവഴി ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്, എന്തെല്ലോ കമന്റ് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. കുറച്ചു നേരം പക്രു ചേട്ടൻ്റെ അടുത്ത് ചാക്കോച്ചൻ ഇരിക്കണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ചാക്കോച്ചൻ വന്നിട്ട് പറയാം, അല്ല നവ്യ ഇവിടെ ഉള്ളത് കൊണ്ട് പറയുന്നേ ഉള്ളൂ, ഷഡ്ഡി എല്ലാവരും ഒന്ന് സൂക്ഷിച്ചോളൂ എന്ന് പറയട്ടെ. സാർ അത് നന്നായിട്ട് ഷെയർ ആയിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ കുമിളിയിൽ ഷൂട്ടിങ്ങിലായിരുന്നു പുതിയ സിനിമ. അവിടുന്ന് വലിയ കാര്യമായിട്ട് കുറെ അമ്മമാര് എന്നെ കാണാൻ വേണ്ടി വന്ന് എന്റെ കയ്യിലൊക്കെ പിടിച്ച് ഉമ്മയൊക്കെ തന്ന് ഞങ്ങൾക്ക് എന്തിഷ്ടാന്നറിയോ എന്നൊക്കെ പറഞ്ഞ് കവിളത്തൊക്കെ പിടിച്ച് ഭയങ്കര സ്നേഹം. എനിക്ക് ഭയങ്കര സന്തോഷായി. എല്ലാം കഴിഞ്ഞപ്പോ പറയാം, എന്നാലും മാഷിന്റെ ജഡ്ഡി ഒന്നും എടുക്കണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ കഥ? കേട്ടിട്ടില്ലേ? കേക്കണ്ടോ? നിങ്ങൾ കേട്ടിട്ടില്ലയോ? അയ്യോ അത് ഭയങ്കര വിഷമമായി പോലും. നിങ്ങൾ കണ്ടോളൂ. വേറൊരു സന്തോഷ രസകരമായ കാര്യം കൂടെ പറയാം. വെള്ളിയാഴ്ച വൈകിട്ട് അവള് ക്ലാസ്സിന് വീട്ടിൽ വരും, തിങ്കളാഴ്ച രാവിലെ പോവുള്ളൂ. അന്ന് എല്ലാരും ഈ ബനിയന്റെ നിറത്തിലുള്ള അണ്ടർവെയർ ആയിരുന്നത്. എവളെ പെറ്റിക്കോട്ടും അണ്ടർ സ്കർട്ടും ഒക്കെ നനച്ച് അവിടെ അയലിട്ടിട്ട് എടുത്തോണ്ട് പോകുമ്പോ എന്റെ അണ്ടർവെയർ എടുത്തു. അതൊരു പുതിയ അറിവാണ് സാറേ. അത് എന്താന്ന് പറഞ്ഞാൽ ഇത് തള്ളല, ഇത് ആവശ്യമാണ്. തരുകയും ചെയ്യും. ഒരുപാട് നവ്യയെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാമെങ്കിലും ഇത്രയും പുതിയൊരു ഇത്രയും അല്ല ഒരു എനിക്കൊരു കാര്യം പറയാൻ ആഗ്രഹമുണ്ട്. അതായത് ഇപ്പം പിന്നെ മാഷ് കുറച്ചു മുമ്പ് പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരുപാട് എന്റെ അനുഗ്രഹം കിട്ടിയിട്ടുള്ള ആളാണ് അണ്ടർവെയർ എടുത്തോണ്ട് പോയ ഒരു മിനിറ്റ്. കുറച്ചു നേരം മുമ്പ് ഞാൻ ഒരെണ്ണം പറഞ്ഞപ്പോ എന്താ നവ്യ നാണിച്ചൊക്കെ മാറി നമ്മളെയൊക്കെ എന്നൊക്കെ പറഞ്ഞ ആള് ഇതിന്റെ ആളായിരുന്നല്ലേ? ഈ കുട്ടി ഉണ്ടല്ലോ, എന്റെ ഈ കുട്ടി
അന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. ഒരുപാട് അണ്ടർവെയർ അടിച്ചോണ്ട് പിന്നെ കുടുംബം ഏറ്റവും മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും ഉന്നത തറവാട്ടിൽപ്പെട്ട ഒരു കുട്ടിയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അണ്ടർവെയർ അടിച്ചോണ്ടിടത്ത് പോയില്ലേ മാഷേ. ഇനി ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. മാഷിനെ ദയവായിട്ട് എത്തിച്ചതാ. തിരിച്ചു പോകുമ്പോ എല്ലാവരും അവരവരുടെ സൂക്ഷിച്ചോളണം, സൂക്ഷിക്കണം കേട്ടോ എല്ലാവരോടും കേട്ടോ പറയാം. ചേട്ടാ ഒരു കാര്യം ഞാൻ പറയാം, അറിവില്ല പ്രായത്തിൽ ഒരു പറ്റിപ്പോയി. ഞാൻ അതിൽ കിടന്നു മെഴുകണ്ട. അതൊക്കെ എത്ര കൊച്ചിനും അറിയാൻ പറ്റും, ഇത്രയുള്ള കൊച്ചിന് പോലും അത് കണ്ടാ അറിയാൻ പറ്റും. ഗുരുവിന്റെ underwear വീട്ടിൽ നിന്ന് എടുത്തോണ്ട് പോയത്. ആ ശരി ശരി. അല്ലാതെ ഒന്നും അങ്ങനെ അങ്ങനെയല്ല. അത് തിരിച്ചു തന്നോ? കൊണ്ടു തന്നു, കൊണ്ടുതരും, എല്ലാ ആഴ്ചയും കൊണ്ടുതരും. അതായത് ചീറ്റി കൊണ്ട് എല്ലാ ആഴ്ചയിലും കൊണ്ടുതരും. ആശ നിഷ്കളങ്കനായിട്ട് മാഷ് പക്ഷേ നിർദോഷമായിട്ട് പറഞ്ഞതാ. പിന്നെ ഈ മാഷിനെ കണ്ടോ? പക്ഷേ നവ്യ അത് എൻജോയ് ചെയ്തു അല്ലേ? ഞാന് വേറെ നിവർത്തിയില്ലല്ലോ സാർ. മാത്രമല്ല ടിനി ടോം വിളയാടി, പൂന്ത് വിളയാടി അല്ലേ? ഷാജോൺ ചേട്ടൻ കുറച്ചിട്ടില്ല. ഷാജോണിന്റെ ദൃശ്യമാണ് അവിടെ കണ്ടത്. ഓ അതെല്ലാം പോട്ടെ സാറേ. അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പിന്നെ നമ്മൾ ബ്രേക്ക് ഒക്കെ ആയി. ഉച്ചയ്ക്ക് ബ്രേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയല്ലോ. ഞാൻ ഷഡ്ഗത മറന്നുപോയി. അപ്പൊ അവിടെ ചെറിയ 2 മക്കള് ഇവിടുത്തെ പരിപാടിയിൽ പാട്ട് പാടുന്ന കുട്ടികളാണ്, ടോപ്പ് സിംഗറിലെ കുട്ടികളാ. അവര് വന്നിട്ട് പാട്ട് പാടി. അപ്പൊ അവര് പാട്ട് പാടിയത് പച്ചമാങ്ങ പച്ചമാങ്ങ എന്നുള്ള പാട്ടാ പാടിയത്. പാട്ടൊക്കെ നല്ല ക്യൂട്ടായിട്ട് അടിപൊളിയായിട്ട് ഇവര് പാടി. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ നല്ല സ്മാർട്ടാട്ടോ. അപ്പൊ അവൻ ചോദിക്കുകയാണ്, എനിക്ക് ഒരു കഥ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കുസൃതി ചോദ്യം. അപ്പൊ കുസൃതി ചോദ്യം എന്ന് പറഞ്ഞിട്ട് ആനയെ ഫ്രിഡ്ജ് കയറ്റുന്ന കഥ. അപ്പൊ ഇത് ഞങ്ങള് സ്കൂളിൽ പഠിക്കുമ്പോ തൊട്ടേ ഉള്ളതാ. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോടെ ചക്കരെ ആന്റിക്ക് അറിയാമല്ലോ ഈ കഥയൊക്കെ, ഇനിയിപ്പോ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. ആണോ? അപ്പൊ ഈ മറ്റേ എന്നെ ഈ തേജ് ഒട്ടിച്ച പാഷാണ കൃമികൾക്കൊന്നും അത്രയ്ക്ക് അറിഞ്ഞൂടാ ഈ ഫ്രിഡ്ജിൽ കഥ. അപ്പൊ എന്തായാലും അവരൊക്കെ കൂടെ ഏറ്റെടുത്ത് ഇല്ല. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവര് ഈ കഥയൊക്കെ പറഞ്ഞു. അപ്പത്തേക്ക് ഞാൻ ഒരാവശ്യമില്ല, എനിക്ക് മര്യാദക്ക് ഇരുന്ന് അത് കഴിഞ്ഞിട്ട് സന്തോഷമായിട്ട് പിള്ളേരോട് ബൈ പറഞ്ഞാൽ ഇല്ലല്ലോ. അപ്പുണ്ടല്ലോ കയറി വരുമല്ലോ, എല്ലിക്കുത്തി വരും. അപ്പൊ ഞാൻ, മോനെ എന്നാൽ ആന്റി ഒരു കഥ പറയട്ടെ എന്ന്, ഞാനൊരു കടക്കഥ ചോദിക്കട്ടെ. ആ ശരി ചോദിച്ചോന്ന് കൊച്ചു പറഞ്ഞു. ഞാൻ ചോദിക്കാട്ടോ ആ ചെക്കൻ്റെ അടുത്ത് കഥ. 5 കിളികൾ പറന്നു പോകുന്നു. ആദ്യത്തെ കിളി മുട്ടയിട്ടു, താഴെ വീണ് പൊട്ടി. രണ്ടാമത്തെ കിളി മുട്ടയിട്ടു, പറന്നു വെക്കുക, താഴെ വീണ് പൊട്ടി. മൂന്നാമത്തേതും 4-മത്തേതും പൊട്ടി. പക്ഷെ ഒരു കിളി മാത്രം മുട്ടയിട്ടപ്പോ താഴെ വീണില്ല. എന്താ കാര്യം? അപ്പൊ പാവ കുഞ്ഞിന് മനസ്സിലാവുന്നില്ല, പൊട്ടിയായ എനിക്കും മനസ്സിലാവുന്നില്ല. ഈ കഥ എവിടെ കിട്ടിയത് നമുക്ക്? ഇതെന്റെ പോയത്തെ ആനനെ ഫ്രിഡ്ജിൽ കയറ്റണ കഥയുടെ കൂടെ സീസണിലുള്ള കഥയാ. കിളി മറ്റേ സാധനം ഇട്ടതായിരിക്കും. കിളി ജഡ്ഡി ഇട്ടിട്ടുണ്ടെന്നുള്ളതാണ് കഥ. മനസ്സിലായോ? ഞാനായിട്ട് കിളി ജഡ്ഡി ഇട്ട. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇത് ജഡ്ഡിയിലോട്ടാണല്ലോ അപ്പൊ ജീവ പറയാണേ, എല്ലാവർക്കും മനസ്സിലായില്ലേ ബാക്കി 4 കിളികളും നവ്യയുടെ വീട്ടിലെ കിളികളായിരുന്നു, അതുകൊണ്ട് ജഡ്ഡി. പക്ഷേ എണ്ണക്കാട് മാഷ് ഇത് ടെലികാസ്റ്റ് കഴിഞ്ഞ് വല്ലാതെ വിഷമിച്ചു കാണും. ഇല്ല കുറച്ച് കഴിഞ്ഞപ്പം സാറിന് മനസ്സിലായി ഇത് വേറെ റൂട്ടിലാണ്. അപ്പൊ അതിനെന്താ നിങ്ങളൊക്കെ നിങ്ങളുടെ അച്ഛന്മാരുടെ അപ്പൂപ്പന്മാരുടെ ജഡ്ഡി എടുക്കൂലേ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊക്കെ തിരിച്ചു ചോദിക്കാത്ത തുടങ്ങി. അതോടെ അവർ നിർത്തി കഴിഞ്ഞു അല്ലേ? ഓക്കെ, എന്തായാലും വലിയൊരു അനുഭവമായി. അതല്ല, ട്രോളന്മാർക്ക് മറ്റേതിന്റെ ഹാങ് ഓവർ തീരുന്നതിന് മുമ്പ് തന്നെ അടുത്ത ട്രോൾ നമ്മൾ കൊടുത്തു. ഞാൻ അങ്ങനെ അതിലൊരു പഞ്ഞം വരുത്താറില്ല സാർ. അവർക്ക് എന്തെങ്കിലും ഇട്ട് കൊടുക്കണം, കാര്യം അവർക്ക് ഈ നാട്ടിൽ ജീവിക്കണ്ടേ. താങ്കളുടെ ഒരു എന്റർടൈൻമെന്റിനെ കുറിച്ച് ഞാൻ ആലോചിച്ചപ്പോഴേ ഒരു 4 സിനിമയാണ് സൂക്ഷിച്ചു വെച്ചിരുന്നെന്ന് പറഞ്ഞു. ആകാശദൂത്, തേമാവൻ കൊമ്പത്ത്, വടക്കൻ വീരഗാഥ, പിന്നെ അബിയുടെ കോമഡി. അതെ അല്ലേ? അത് ഭയങ്കര ഞങ്ങളുടെ വീട്ടിലെ സ്ഥിരം 365 ഓടുന്നൊരു സിനിമയായിരുന്നു അത്. ശരിക്കും അല്ലേ? ഈ സ്റ്റേജ് ഷോ അബിക്കന്റെ സ്റ്റേജ് ഷോ. അതായത് വെള്ളിയാഴ്ച വൈകുന്നേരം വരുമ്പം ആകാശദൂത് കാണും. കരച്ചിലും വീഴ്ചലും ഒക്കെ ആയിട്ട് മൂക്കൊക്കെ അടഞ്ഞ് ഒരു ഏകദേശം ജലദോഷന്റെ ഇതിലെത്തും, പനി പിടിക്കും. പിറ്റേ ദിവസം പിന്നെ വടക്കൻ വീരഗാഥ കാണും. അപ്പോഴത്തേക്കും പനി ഒന്നും കൂടെ ജലദോഷം ഒന്നും കൂടെ ഒന്ന് ഉറപ്പിക്കും. ഒരു സംഭവം ഇങ്ങനെയായിരിക്കും. ഇല്ല അപ്പോൾ വിഷമാണല്ലോ, കാരണം ഞാൻ ഭയങ്കര മമ്മൂട്ടി ഫാനാണ്. അപ്പൊ അങ്ങനെ ഇരുന്നിട്ട് ഈ ചന്തു കരയാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വടക്കൻ വീരഗാഥ എത്ര ഉണ്ട് കാണും? ഓ മൾട്ടിപ്പിൾ ടൈംസ്. ആകെപ്പാടെ ഇതല്ലേ ഉള്ളൂ. അന്ന് ഇതുപോലെ
ചാനലുകളൊന്നും ഇല്ലല്ലോ നമുക്ക് കാണാൻ. മനസ്സിലായി. ഒരു സിനിമ കാണണമെങ്കിൽ തന്നെ ദൂരദർശനിൽ വരുമ്പോഴത്തേക്ക് അച്ഛൻ പോയിട്ട് മറ്റേ ആന്റിനയിൽ നിന്നിട്ട് തിരിച്ച് വന്നോ വന്നു. അപ്പൊ ഒന്ന് കുലുക്കണം. ചെറുതായിട്ടൊന്ന് വന്നു. അച്ഛൻ കുറച്ച് വലത്തോട്ട് കുറച്ച് ഇടത്തോട്ട്. അല്ല ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഓർമ്മയില്ല. കാര്യം ഒരു മറ്റേ ആന്റിനെ വഴി ഡയറക്റ്റ് ആണ് ദൂരദർശൻ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ആന്റിയുടെ സാധനം നേരെ അല്ലെന്നുണ്ടെങ്കിൽ കിട്ടത്തില്ല. അപ്പൊ കുലുക്കണം. വലിയ കാത്തിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും സിനിമ കാണാനായിട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു മഴ, ഒരു കുഞ്ഞു കാറ്റ് പോയി പിന്നെ സിനിമയില്ല. മനസ്സിലായി. അതും ചിലപ്പോ സിനിമയുടെ ആ ഒരു രസം പിടിച്ച് വരുന്ന സമയത്തായിരിക്കും. അപ്പൊ അതുകൊണ്ട് സിനിമ എന്ന് പറയുന്നത് അന്നൊരു ലക്ഷറിയാണ്. മറ്റേ സാധനമുണ്ട്, തടസ്സം നേരിട്ട് ഖേദിക്കുന്നു. ഒരു ഖേദവും ഇല്ല. അല്ല അന്ന് അത് കിട്ടാതിരിക്കുമ്പോ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കാണാൻ. അപ്പൊ അതുകൊണ്ട് എല്ലാ ശനിയും ഞായറും അത് കഴിഞ്ഞ് പിന്നെ ഈ തേന്മാവിൻ കൊമ്പത്ത് കണ്ട് ചിരിച്ച് അബീക്കന്റെ പരിപാടി ഹള്ളിയിലേക്കുള്ള വളി അല്ലേ ഓർമ്മ വരുന്നത്. തെങ്ങി കെട്ടിയിട്ടൊക്കെ അത് ഞാൻ അങ്ങനെയായിരുന്നു. ഈ ശോഭൻ ചേച്ചി ഭയങ്കര ഇഷ്ടമാണ്. ശോഭൻ ചേച്ചി ഉർവശി ചേച്ചിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. തേന്മാവിൻ കൊമ്പത്തും കണ്ട് പിന്നെ അബീക്കന്റെ ആ പരിപാടിയും കണ്ട് ശുഭപരിവസായി. ഞായറാഴ്ച ആകുമ്പോഴത്തേക്ക് എന്റെ ജലദോഷമൊക്കെ മാറി ഞാൻ നല്ല സെറ്റ് ആവും സ്കൂളിൽ പോവാൻ. അങ്ങനെയല്ലേ? ഇത് വർഷങ്ങളോളം തുടർന്ന കാര്യമാണ്. അന്ന് കാസറ്റ് ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ നിന്നാണ് നമുക്ക് കാസറ്റ് കിട്ടുക. അങ്ങനെയാണ് ഒരു സിനിമയൊക്കെ കാണാൻ പറ്റുന്നത്. നമ്മൾ ഈ ഇപ്പൊ നവ്യയുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെ? ഒരാളങ്ങ് ഇപ്പൊ മമ്മൂക്ക വിളിച്ചങ്ങ് അഭിനന്ദിച്ചു ഒരു ദിവസം, നവ്യ ഇത് നല്ല സൂപ്പറായി, നീ ഇത്രയും നന്നായി ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ അന്ന് രാത്രി ഉറങ്ങാൻ പറ്റുമോ? ഉറക്കം മനുഷ്യന് സ്വാഭാവികമായിട്ട് ഉറങ്ങുകയാണോ ആള്? അങ്ങനെ ഉറങ്ങുമോ? അല്ല ഞാൻ നല്ലോണം ഉറങ്ങും. എത്ര മണിക്കൂറൊക്കെ പോകും ഒറ്റയടിക്ക് പോയാൽ? 7 hours ഒക്കെ. അയ്യോ അത് ഭാഗ്യമാ കേട്ടോ. 7 മണിക്കൂറൊക്കെ ഉറങ്ങാൻ പറ്റുമോ? ആണോ? വണ്ടിയിലൊക്കെ കയറിയല്ലോ? വണ്ടിയിൽ കയറിയാൽ ഫുൾ ഉറക്കത്തോടെ ഈ ഉറക്കത്തിൽ അബദ്ധം പറ്റുമോ? എന്നെ കുറിച്ച് പറയുന്ന കഥ എന്താന്ന് വെച്ചാ, മോനൊക്കെ അതിന്റെ മോനാണെങ്കിൽ അവനെങ്ങാനും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇത്രയും തള്ളി വെച്ചേ. പക്ഷെ ഇത് വാസ്തവം സംഭവിച്ചു പോയതാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങള് എവിടെയോ കഴിക്കാൻ വേണ്ടി, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി 80 മീറ്റർ കഴിയുമ്പോ മെയിൻ റോഡിലെത്തും. അച്ഛൻ ഏതാണ്ട് പറയാൻ വേണ്ടി തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് ആ 80 മീറ്റർ കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ വണ്ടിയില് 80 മീറ്റർ കൊണ്ട് ഇറങ്ങിയല്ലേ? ഇത് തള്ളല്ല കേട്ടോ. എനിക്ക് എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ കാരണം ക്ഷീണം കൊണ്ട് ചിലപ്പോ ഉറക്കം വന്നിരുന്നതായിരിക്കും. വണ്ടിയിലോട്ട് കയറിയപ്പോ അങ്ങനെ അങ്ങ് പെട്ടെന്ന് ഉറങ്ങി പോയതായിരിക്കും. പക്ഷെ ഇവരിത് കഥയാക്കിയിട്ട് എന്റെ ബ്രദറ് എന്റെ കൂടെ ഇരുന്ന് ട്രാവൽ ചെയ്തിട്ട് ഇതുപോലെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് വീട്ടിലോട്ട് വരും. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ചെറിയ കുട്ടിമായി ഇല്ല. അല്ല നമ്മളെങ്ങനെ സമയം എടുത്ത് തിന്നുന്ന ആളാണോ അതോ പെട്ടെന്ന് ഭാര്യ വിളിച്ചു? ഇല്ല, ഭയങ്കര സ്ലോ ആയിട്ട്. ഞാനിപ്പോ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയിലെ സൗബിൻ, സുരേഷ് ഗോപി, സുരേഷ് ചേട്ടനെ പറ്റി എല്ലാവർക്കും അറിയാം. വളരെ ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്ന ആളാണ് സുരേഷ് ഗോപി. സുരേഷ് ചേട്ടൻ ഭയങ്കര നന്നായി ഭക്ഷണം കഴിക്കും. ഭക്ഷണം ഇപ്പൊ എന്റെ വീട്ടില് ഓട്ടട ഭയങ്കര ഇഷ്ടം. അമ്മൂമ്മ ജീവിച്ചിരുന്ന അത്രയും കാലം പറയും ഓട്ടട വേണം എന്ന് പറയും. ഇപ്പൊ എന്റെ അമ്മയുടെ അടുത്താണെങ്കിൽ മാമ്പഴ പുളിശ്ശേരി വേണം, കൊഞ്ച് തീയൽ വേണം, അങ്ങനെ സ്പെസിഫിക് ഓരോരുത്തരത്തുള്ള സാധനങ്ങളുണ്ട് ചേട്ടന്റെ ലിസ്റ്റ്. അപ്പോ ആ വഴിക്ക് വരുമ്പോ ചേട്ടൻ കയറി കഴിക്കും നമ്മുടെ വീടിന്. അത് എറണാകുളത്തുനിന്നേ വിളിച്ച് പറയും. അത് കഴിഞ്ഞ് ഞാൻ കണ്ട വളരെ ഫുഡ് ആസ്വദിക്കുന്ന ഒരാള് സൗബിന, ആക്ടർ സൗബിൻ. അത് മാത്രല്ല നമ്മളെ കൊണ്ടുപോയി ഇത് വാങ്ങിച്ചു തരികയും ചെയ്യും. ഭയങ്കര നിർബന്ധം. അപ്പൊ ഞാൻ മറ്റേ വളരെ ഡയറ്റൊക്കെ ലീനല്ല, ഒരു വൃത്തിയും ഉൾക്കൊള്ളാൻ പറ്റാൻ വേണ്ടി മാത്രം. അപ്പൊ അതിന് ഞങ്ങള് വീട്ടിലെല്ലാരും ഭയങ്കര തടിയുള്ളവരാ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒത്തിരി ട്രൈ ചെയ്താലേ ഒന്ന് നോർമലായിട്ട് നിൽക്കുള്ളൂ. സൗബിൻ എന്നിട്ട് ഞാൻ ഇന്ന് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോണ്ടല്ലോ, ഇനി ചെറുതായിട്ട് വിശന്നു. ഞാൻ നോക്കിയപ്പം ഒരു ചേച്ചിയുടെ കട. ആ കട കണ്ടപ്പോൾ ഇനി മനസ്സിലൊരു തോന്നല്, ഇവിടെ നല്ല ഭക്ഷണം ഉണ്ടാവുന്നു. ഞാൻ നേരെ നോക്കുന്നു, നല്ല ചൂട് പൊറോട്ട, ഇങ്ങനെ നൂല് പോലെ ഇങ്ങനെ പൊങ്ങി വരുന്ന പൊറോട്ടയിലോട്ട് നല്ല ചൂട് ബീഫ് കറി ഇങ്ങനെ ഒഴിച്ച്, അതിങ്ങനെ ഞാനിങ്ങനെ കഴിച്ച് പഞ്ഞി പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൊരിഞ്ഞു സമയം കിട്ടും. എന്റെ പൊന്ന് സൗബി, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഇങ്ങനെ ഉപദ്രവിക്കരുത്. ഞാൻ ഓട്സും കഴിച്ച് രാവിലെ ഇവിടെ ഇരിക്കുക. അപ്പൊ വന്ന്, പക്ഷെ ഞാൻ പറഞ്ഞു വീട്ടിൽ നിന്ന് ഇനി ഭക്ഷണം വെച്ച് കൊണ്ടുപോയി കൊടുക്കാൻ നമുക്ക് തോന്നും. ദിലീപ് കൊച്ചിയിൽ ഒരു പുട്ടുകട നടത്തുന്നുണ്ട്, അറിയാലോ, പുട്ട്. അതുപോലെ ഒരു വലിയ പുട്ടുകടയ്ക്ക് സ്കോപ്പ് നവ്യ കൊണ്ടുവന്നു. നവ്യ നന്നായിട്ടൊരു പുട്ടുണ്ടാക്കി എന്ന് പറഞ്ഞു. ഇതൊരു ഒരു കിംവദന്തിയാണ് എന്നെ പറ്റിട്ട്. ഞാൻ നന്നായി ഭക്ഷണം ഉണ്ടാക്കും. പക്ഷെ എന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരു ചാനലുകാർ വന്നിട്ടുള്ള എന്തോ ഒരു ഇന്റർവ്യൂവിന് എന്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു, എങ്ങനെയാണ് സന്തോഷ് ചേട്ടാ നവ്യ നന്നായി ഭക്ഷണം ഉണ്ടാക്കോ എന്ന് ചോദിച്ചു. അപ്പോ പുള്ളി പറഞ്ഞു, ഉണ്ടാക്കും, നന്നായിട്ട് ഉണ്ടാക്കും. അപ്പൊ പറഞ്ഞു, എന്താണ് ആദ്യമായിട്ട് ഉണ്ടാക്കിയത്?
ആദ്യമായിട്ട് ഉണ്ടാക്കിയത് പുട്ടാണെന്നാ പറയുന്നത്, പക്ഷെ എനിക്കിത് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു. എന്ന് ഉദയം പറഞ്ഞു. അതിന്റെ കാര്യം എന്താന്ന് വെച്ചാല് ഞാൻ ഇതുപോലെ വീട്ടിൽ അപ്പച്ചോട് ചോദിച്ച് പുട്ടിങ്ങനെ വെള്ളം ഇതാക്കിയിട്ട് പൊടി നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് വെക്കണം. അപ്പോൾ ഇതിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് കട്ടിയായിട്ടൊരു ഷേപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ പാകമായി എന്നാണ് അർത്ഥം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പുട്ടിന് പൊടിയൊക്കെ നനച്ചിട്ട് അതവിടെ മാറ്റി വെച്ചു. എന്നിട്ട് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ചതനുസരിച്ച് ഓരോന്നായിട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ മുട്ട റോസ്റ്റ് തയ്യാറാക്കി വെച്ചു. പുട്ടുകുറ്റിയും പുട്ടുകൊടോ എൻ്റെ കയ്യിൽ ഇല്ല. ഇത് രണ്ടും ഇല്ല. ഇല്ല. പുട്ടാ ഉണ്ടാക്കേണ്ടത്. അപ്പോ അപ്പച്ചി പറഞ്ഞു ഇഡ്ലി കുട്ടകത്തിനകത്ത് വാരി നമ്മള് പുട്ടുപൊടി തന്നെ ഇട്ടാ മതി. എന്നിട്ട് കുറച്ച് ആദ്യമായിട്ടായിരിക്കും ഇഡ്ഡലി കുട്ടകത്തില് പുട്ടുണ്ടാകും. അല്ല സാർ, സാറിന് ഇതൊന്നും അറിയാൻ വയ്യാഞ്ഞിട്ടാ. ഒരുപാട് പേരുണ്ടാക്കും. എനിക്കറിയില്ല. അങ്ങനെയാണോ? അങ്ങനെ ഉണ്ടാക്കുവോ? ഉണ്ടാക്കുമല്ലേ? ഓ, എന്റെ വിവരക്കേട്. അടുക്കളയിലൊക്കെ കേറാത്ത മോശമാണ്. ഞാൻ അടുക്കളയിലേക്ക് കയറും കഴിക്കാൻ. ഓക്കെ. അപ്പൊ ഇഡ്ഡലി കുട്ടകത്തിനകത്ത് ഇത് വാരി വെച്ചു. മുട്ട റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കി പകുതി അതിങ്ങനെ ലാസ്റ്റ് കണ്ടീഷൻ ആയപ്പോ എന്നാ ഇതും കൂടി. അപ്പൊ അപ്പച്ചി പറഞ്ഞു അധികം നേരം ഒന്നും വെക്കണ്ട, 10 മിനിറ്റ് ഒക്കെ വെച്ചാ പോരെ പുട്ട്. നിങ്ങൾക്ക് അറിയാമോ? ചുമ്മാ ഇരുന്ന് പറയുന്നത് ഇവരുണ്ടല്ലേ 10 മിനിറ്റ് ഉടനെ തല അല്ലല്ല, അവർക്കൊക്കെ അറിയാം. അപ്പൊ 10 മിനിറ്റ് മതി എന്ന് പറഞ്ഞു. അപ്പൊ ഈ മുട്ട റോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അപ്പം തീരാറാവുമ്പോ വെച്ചാൽ മതിയല്ലോ. അപ്പൊ ചൂടായിട്ട് ചേട്ടന് പുട്ട് കൊടുക്കാന്ന് വിചാരിച്ചാണ്. ചേട്ടനെ പുട്ടിൽ വീഴ്ത്താനുള്ള പരിപാടിയാ അല്ലേ? എന്നൊക്കെ വിചാരിച്ചു. ചേട്ടൻ ഒന്നിലും വീണില്ല. അങ്ങനെ അപ്പൊ ഇത് ഞാൻ പുട്ടൊക്കെ വാരി വെച്ചു. കറക്റ്റ് ആയിട്ട് ടൈമൊക്കെ നോക്കി 10 മിനിറ്റ് കഴിഞ്ഞപ്പോ അപ്പോൾ ഈ പാത്രം നമ്മൾ തന്നെ കഴുകേണ്ടതുകൊണ്ട് ഇഡ്ഡലി കുട്ടകമായിട്ട് ഞാൻ ടേബിളിലോട്ട് കൊണ്ടുപോവുകയായിരുന്നു. കാരണം പാത്രം കഴുകാനൊക്കെ മടിയായതുകൊണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ കൊണ്ടുപോയി. അപ്പൊ കൊണ്ടുപോയി ചേട്ടൻ വന്ന് ഓഫീസിൽ പോകുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു. അപ്പൊ ഞാൻ മുംബൈയിലാണോ? മുംബൈയിലാണ്. ഇഡലി ഇത് തുടക്കാണ് കേട്ടോ സാർ. ഇഡലി കുട്ടകം തുറന്നിട്ട് ഞാൻ ഇതിങ്ങനെ തവി കൊണ്ട് കോരിയിട്ട് ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് എടുക്കുന്നു. ഈ ഫാനിന്റെ സ്പീഡിൽ ഇതങ്ങ് പറന്നുപോയി. ഈ നമ്മൾ ഉണ്ടാക്കിയ ഇഡ്ഡലി അല്ല, പുട്ട് നമ്മൾ ഉണ്ടാക്കിയ പുട്ട് ഫാനിന്റെ കാറ്റിൽ പറന്നുപോയി. ഇഡ്ഡലി കുട്ടകത്തിൽ. ഓ, അതൊരു വലിയ സംഭവം തന്നെ. ബ്രേക്കിംഗ് ന്യൂസ്. എന്താ കാര്യം മനസ്സിലായോ? നനഞ്ഞു ചേച്ചി. പക്ഷെ ഈ മുട്ട റോസ്റ്റ് ഉണ്ടാക്കി കഴിയണ വരെ ഇവിടെ ഫാനിന്റെ അടിയിൽ അത് ഇരിക്കല്ലായിരുന്നോ? അതിന്റെ ഈർപ്പം മുഴുവൻ പോയി. അത് അരിപ്പൊടിയായി, വീണ്ടും അരിപ്പൊടിയായി. അരിപ്പൊടി കുറച്ചു നേരം അതിനകത്ത് ഇരുന്നു എന്നല്ലാണ്ട് അരിപ്പൊടിക്ക് ഒന്നും സംഭവിച്ചില്ല. അത് വിളമ്പിയപ്പോഴത്തേക്കും പൊടിയെല്ലാം വതറി ഇങ്ങനെ ഇതായി. പിന്നെ ഞാൻ കുറച്ച് ബ്രെഡും മുട്ട റോസ്റ്റും കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. നവ്യ മുംബൈയിലായിരിക്കുമ്പോഴാണല്ലോ ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ സംഭവിച്ചത് അല്ലേ? അപ്പൊ ഇതിങ്ങനെ പറഞ്ഞു നിർത്തി കഴിഞ്ഞാൽ നാട്ടുകാരെ വിചാരിക്കും ഒന്നും ഉണ്ടാക്കാൻ അറിയൂലെന്ന്. അതിനുശേഷം പഠിച്ചു ഞാൻ ജീവിതത്തിൽ ഒരു പാഠവും പഠിച്ചു, കുക്കിങ്ങും പഠിച്ചു. കുക്കിംഗ് നന്നായിട്ട് അറിയാം അല്ലേ? അവിടെ ഉണ്ടാക്കാൻ വരാല്ലോ ഉണ്ടോ? ഇല്ലല്ലോ. അല്ല സാർ, സത്യം പറഞ്ഞ ഗിവണ ചോയ്സ് ഞാൻ ഉണ്ടാക്കൂല. എന്തോ നവ്യ നായർ, താങ്കൾ ഭക്ഷണത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കുട്ടേട്ടന്റെ മനസ്സിലൊരു കാര്യം ഓർമ്മ വന്നു. എന്തത്? കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് താങ്കൾ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഓസ്ട്രിയ എന്ന രാജ്യത്ത് പോയപ്പോൾ നീലക്കണ്ണുള്ള ഒരു സുന്ദരൻ താങ്കൾക്ക് ഒരു ഭക്ഷണം പരിചയപ്പെടുത്തി. ഞാൻ ഏതോ ഒരു തമിഴോ കന്നഡോ സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയതാ. അപ്പൊ നമ്മളിങ്ങനെ വലിയ ബസ്സിലാണ് ഷൂട്ടിങ്ങിന് പോവാ. പക്ഷെ പോയി ഔട്ട്സ്കേർട്സിലോട്ടൊക്കെ ആയി ഷൂട്ട്. ഈ ഗാർഡൻ പോലത്തെ ഇങ്ങനെ ചില ഫീൽഡൊക്കെ പോലത്തെ സ്ഥലങ്ങൾ നോക്കി പോയിട്ട് ഔട്ട്സ്കേർട്സ് ആയി. ഒരു 2:30 ഒക്കെ ആയി, 2:30 ഒക്കെ ആയി ഷൂട്ട് ഇതായപ്പോൾ. പിന്നെ നമ്മൾ അന്ന് ഗൂഗിൾ ഫെസിലിറ്റി ഇല്ല. അപ്പൊ നമ്മൾ അടുത്തുള്ള റെസ്റ്റോറൻറ്റ് നോക്കി വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു 3:34 ഒക്കെ ആയപ്പോഴാണ് ഫൈനലി നമ്മളൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കുന്നു. പക്ഷെ അവിടെ ബസ്സിന് പാർക്ക് ചെയ്യാൻ ഒരു പ്രത്യേക സ്ഥലമാണ്. ആൾക്കാരെ ഇറക്കി വിട്ടിട്ട് പാർക്കിംഗ് ഒന്നും പറ്റൂല. അവിടെ തന്നെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്നേ റെസ്റ്റോറൻറ്റിൽ പോകാൻ പറ്റുള്ളൂ. അവിടെ പാർക്ക് ചെയ്ത് ഞാനാണെങ്കിൽ ഈ ക്യാരക്ടറിന്റെ കോസ്റ്റ്യൂമും സോങ്ങിന്റെ കോസ്റ്റ്യൂമും ഒക്കെ വലിച്ചു കെട്ടി നടന്ന് അവിടെ ഈ 1.5 കിലോമീറ്റർ നടന്നിട്ട് തിരിച്ച് റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് എത്തി. റെസ്റ്റോറൻറ്റിൽ ചെന്നപ്പോൾ ഉണ്ടല്ലോ പോത്ത്, മാൻ, ഇതിൻ്റെയൊക്കെ തലകൾ വിത്ത് കൊമ്പൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് റെസ്റ്റോറൻറ്റിൽ. എല്ലാ മീറ്റും ഇങ്ങനെ പച്ചയ്ക്ക് ഇങ്ങനെ വെച്ച് ഐസിൻ്റെ ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ ഡിസ്പ്ലേ ആണ്. അപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് ഒന്നും തന്നെ ഇംഗ്ലീഷിലില്ല. എല്ലാവർക്കും വിശന്നിട്ട് പോയി. അപ്പോൾ എനിക്ക് നല്ല ഭക്ഷണം അല്ലെങ്കിൽ ഞാൻ കഴിക്കാൻ മടിയുള്ളതുകൊണ്ട് ഞാനിതും കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇങ്ങനെ ഇത് കാണിച്ചിട്ട് അയ്യോ അച്ഛാ എന്തോ ഓർഡർ ചെയ്യുക അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാ ആൾക്കാരും മെനു എടുത്തിട്ട് പിടിച്ചിട്ട് ദിസ് ഒന്നും പറയാറില്ലല്ലോ, ദിസ്. അപ്പൊ അടുത്ത ആൾ വന്നിട്ട് ദിസ്. ഇങ്ങനെ ഓരോ ആൾക്കാർ ഓരോന്നൊക്കെ ഓർഡർ ചെയ്തു. ഞാൻ ഇങ്ങനെ നിൽക്കുക, അയ്യോ എന്തോ. പച്ചനെ ചീത്ത പറയുന്നുണ്ട്, നിനക്ക് വിശക്കുന്നില്ലേ, നീ എന്തെങ്കിലും ഓർഡർ ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവർക്കൊക്കെ വല്ലതും മനസ്സിലായിട്ടാണോ ഇവരൊക്കെ ഓർഡർ ചെയ്തത്? അതുപോലെ ഓർഡർ ചെയ്യുന്ന പറഞ്ഞിട്ട്
ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ അടുക്കളയിൽ നിന്നാണെന്ന് തോന്നുന്നു കതക് തുറന്നൊരു നീല കണ്ണുള്ള ഒരു അടിപൊളി സുന്ദരൻ ചെക്കൻ ആ പുറത്തു വരിക. കിടിലം കീട്ടിലും ചെക്കൻ അങ്ങനെ പുറത്തു വന്ന് കൂട്ടത്തിൽ ആകെയുള്ള ഒരു പെൺതരിയും ഞാനാണല്ലോ. അത്യാവശ്യം കാണാൻ അതുകൊണ്ട് കൊള്ളാവുന്ന തന്നെ- ആളും നമ്മള് മാത്രം. അങ്ങനെ ഞങ്ങളുടെ കണ്ണുകൾ തമ്മിൽ ഇടയുന്നു. ഇടഞ്ഞു, കണ്ണുകൾ ഇടഞ്ഞു. കണ്ണുകൾ തമ്മിൽ സിമ്പൽ. ഇടഞ്ഞു, സിമ്പൽ വീണു. കണ്ണ്. സ്വാഭാവികം അല്ലേ ചേച്ചി? 4 കണ്ണുകൾ ഇടഞ്ഞു. പുള്ളി വന്നിട്ട് എൻ്റെ അടുത്ത് എങ്ങനെ ചോദിച്ചു, യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ എന്നൊക്കെ ആദ്യം പറഞ്ഞു. കണ്ടപ്പോ തന്നെ അത് നന്നായി. അപ്പൊ ഞാൻ തിരിച്ചു പറഞ്ഞോ? ഞാൻ ധൃതങ്ക പുളകിതയായി. ഇല്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞല്ലേ ഒന്ന് പറയണ്ടേ, ഒരു കോംപ്ലിമെന്റ്. നമ്മളിപ്പോ നമ്മൾ ഇങ്ങോട്ടൊന്നും ഇടിച്ച് അങ്ങോട്ടൊന്നും ഇടിക്കണമല്ലോ. ഇല്ല സാർ, ഞാൻ ഒന്നും പറഞ്ഞില്ല, കേട്ട് ആസ്വദിച്ച് നിന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, യു നോ ഇംഗ്ലീഷ്? അപ്പൊ പുള്ളി പറഞ്ഞു, യെസ് 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 ഐ വാസ് ഇൻ അമേരിക്ക എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ് ഇൻ ദിസ് മെനു, ഡു യു ഹാവ് വെജ് എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു നോ വെജ്. അപ്പം ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു ഏതാണ് നല്ല. അപ്പം ഹി ആസ്ക്ഡ് മീ ലൈക്ക് വാട്ട് കൈൻഡ് ഓഫ് ഫുഡ് ഡു യു ലൈക്ക്, സ്പൈസി ഓർ മീഡിയം ഓർ നോൺ സ്പൈസി. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് നോൺ സ്പൈസി ആണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചു. പുള്ളി അതെല്ലാം എഴുതിയെടുത്ത് ഓക്കെ ഐ വുഡ് ലൈക്ക് ടു സജസ്റ്റ് യു പാസ്ത ലസാനി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരി എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഈ സാധനം ഉണ്ടാക്കാൻ ഒരുപാട് സമയം എടുക്കുക. അപ്പോഴത്തേക്കും എല്ലാവരുടെയും മുമ്പില് മാനും മുയലും കോഴിയും എല്ലാം, പൂച്ചയും പാറ്റയും പല്ലിയും തവള അടക്കമുള്ള എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട്. ഒരു മനുഷ്യർക്കും കഴിക്കാനും പറ്റുന്നില്ല. എല്ലാം പച്ചക്ക് ഇങ്ങനെ ഇരിക്കുക, ഒന്നും കൊള്ളൂല. ഒന്നിനും കൊള്ളാത്ത ഭക്ഷണം. എല്ലാരും ഗതി കെട്ടിട്ട് അതിന്റെ സൈഡിൽ ഇരിക്കുന്ന പൊട്ടറ്റോ അങ്ങനെ എന്തൊക്കെയൊക്കെയോ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുമ്പോ സുന്ദരനിതാ വരുന്നു. എനിക്ക് പേരറിഞ്ഞ് ഇപ്പൊ എനിക്ക് ലസാന്യ അറിയാം, അന്ന് എനിക്ക് അറിയില്ല. എനിക്ക് പേരറിഞ്ഞിട്ടില്ലാത്ത ആദ്യമായിട്ട് കാണുന്ന പാസ്ത ലസാന്യൊക്കെ ആയിട്ട് വരുന്നു. വെക്കുന്ന മറ്റേ സോൾട്ട് ആൻഡ് പെപ്പർ സിനിമക്ക് മുന്നേ ഉള്ള ഒരു സാധന. അതായത് ഈ സാധനം ഇത്രയും വിശപ്പിനും കൊണ്ടാണോന്ന് അറിയില്ല, ഞാനിതൊക്കെ തുറന്നു ഒരു സ്പൂൺ എടുത്ത് വായിലോട്ട് വെക്കുമ്പോണ്ടല്ലോ ടേസ്റ്റും കൊണ്ട് ഇങ്ങനെ അലിഞ്ഞലിഞ്ഞലിഞ്ഞലിഞ്ഞ ഞാൻ ഇല്ലാതായി പോയി സാറേ. പിന്നെ ചുറ്റിനുള്ളതോ ഞാനേ അയാളൊരു നോട്ടം നോക്കി, നന്ദി, ഇത്രയും നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം അയാളുടെ കൈയും കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് തന്ന അയാളോട് എനിക്ക് എന്തൊരു വല്ലാത്തൊരു പ്രണയം തന്നെ ആയിപ്പോയി കേട്ടോ. കഴിച്ച് എല്ലാരും കഴിഞ്ഞ് നമ്മൾ പോവാൻ വേണ്ടി നിൽക്കുന്ന സമയമായപ്പോ ഞാൻ നോക്കുമ്പോല്ലേ പുള്ളി ഓടി വരിക ഒരു ബഞ്ച് റോസാപ്പൂവായിട്ട്. സത്യം. അന്ന് എനിക്ക് മൊബൈലില്ല. പിന്നെ ഈ പുള്ളിയുടെ മൊബൈൽ കാണിച്ചാൽ ഞാൻ എവിടെ കൊണ്ട് വിളിക്കും? വലിയ പാടാ. അന്ന് ഇത്രയും കണക്ടിവിറ്റി ഇല്ല. പക്ഷേ സാറേ ഇന്നെങ്ങാനും ആയിരുന്നെങ്കിൽ ഇനിയിപ്പോ ഒന്നും പറ്റില്ലല്ലോ. പറ്റില്ലേ? അതെ, നമുക്ക് കുറേ പടങ്ങൾ ചെയ്തു കഴിഞ്ഞു. എന്നാലും അവര് ആ ബാലാമണിയുടെ ഒരു നിരപരാധിത്വം, ഒരു ഇന്നസെൻസും ഉണ്ടല്ലോ, അത് ആ ഡയലോഗിലുണ്ട്. ഞാനേ കണ്ടുള്ളൂ. അതൊന്ന് പറഞ്ഞു. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. മനുവേട്ടാ കൃഷ്ണനായിട്ട് വന്നത് അത്രേ ഉള്ളൂ. ഓക്കെ, സൂപ്പർ. അപ്പൊ നമുക്ക് ഇപ്പോഴും ആ എക്സ്പ്രഷൻ നന്നായിട്ട് ആ ഓർമ്മയിൽ കൊടുക്കാൻ പറ്റുന്നില്ല. അതൊന്നും വരുന്നില്ല. അപ്പൊ കുട്ടേട്ടൻ എന്തോ പറഞ്ഞു കേട്ടോ. കുട്ടേട്ടൻ ഇംപ്രസ്ഡ് ആയി തോന്നി. നീ വല്ല പ്രണയാഭ്യർത്ഥനല്ലോ നടത്താനാന്ന് തോന്നുന്നു കുട്ടേട്ട. കാര്യം യന്ത്രമാ, എന്തും സംഭവിക്കാം. പറയാ കുട്ടേട്ടാ. I am interested in your proposal if you are about to propose. But I will dispose it. നവ്യ നായർ, എനിക്ക് താങ്കളെ പ്രേമിക്കാൻ സാധിക്കില്ല, താങ്കളെ ഇഷ്ടപ്പെടാൻ മാത്രമേ സാധിക്കൂ. ഞാൻ ഒരു മനുഷ്യനല്ല, ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓക്കെ. എങ്കിൽ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാം. താങ്കളുടെ മകൻ സായി കൃഷ്ണ നടൻ പൃഥ്വിരാജിനെതിരെ ഒരു കൊട്ടേഷൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഞാൻ ഇന്നലെയും കൂടി പറഞ്ഞതേ ഉള്ളൂ. എന്തായിരുന്നു? ഞങ്ങൾ അസോസിയേഷന്റെ പ്രോഗ്രാമിന് പോയപ്പോ ഞാൻ രാജുവിനടുത്ത് പറയായിരുന്നു, പൃഥ്വിരാജ്, സുപ്രിയ, ഈ രണ്ടുപേരുടെ പേര് അവൻ കേസ് കൊടുക്കാനുള്ള സാധ്യത. അതായത് അവന് 13 വയസ്സായി. 8th സ്റ്റാൻഡേർഡ് വിദ്യോദയല്ലേ. അപ്പോ ഇവന് ഫോണില്ല, ഇൻസ്റ്റഗ്രാം അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അപ്പൊ ഇവന് ഈ ഇൻസ്റ്റാഗ്രാം തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ആഗ്രഹമൊക്കെ പ്രകടിപ്പിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, ആ പരിപാടി ഒന്നും നടക്കില്ല. അമ്മ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് നിന്റെ അക്കൗണ്ടിലേക്കൊക്കെ ആൾക്കാർ പെട്ടെന്ന് വരും. അപ്പൊ ആ സമയത്താണ് ഞാൻ മനോരമയിലാണെന്ന് തോന്നുന്നു ഒരു എനിക്ക് ഓർമ്മയില്ല കേട്ടോ, എവിടെയാണെന്ന് ഓർമ്മയില്ല, ഒരു ന്യൂസ് കണ്ടു. അതായത് ഒരു പെൺകുട്ടി അവളുടെ ശരീരത്തിൽ എണ്ണി നോക്കിയപ്പോൾ 89 മുറിവുണ്ട് കാലില്. അതായത് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ മുറിച്ചിട്ട് അതിലേക്ക് എന്തോ പൊടിയോ എനിക്കെന്താ ഇടുവാണ്. അപ്പോൾ അതിന്
വീര്യം കൂടും എന്നൊക്കെ പറഞ്ഞിട്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ. അപ്പൊ ചോദിക്കുമ്പോൾ ഇവൾക്ക് എങ്ങനെയാണ് ഇതിൽ വന്നതെന്ന് പറയുമ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കൂടിയാണ് ഇത് പഠിച്ചിരിക്കുന്നത്, പരിചയപ്പെട്ടത്, ഈ കണക്ഷൻ കിട്ടിയത്. അനുകരിക്കരുത്. അപ്പൊ എനിക്കിത് കേട്ടപ്പോ പേടിയായി. അപ്പൊ ഇങ്ങനത്തെ ന്യൂസ് വന്നാ പിന്നെ അന്നത്തെ ദിവസം അവന്റെ പോക്ക. ഞാൻ തുടങ്ങും, എന്റെ ഉപദേശ കമ്മിറ്റി ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ സായിക്കുട്ടാ നീ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്ത് നീ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് തുടങ്ങും. അപ്പൊ ഇവൻ ഇന്ന് പത്രത്തിൽ വല്ലതും കണ്ടു കാണൂ ഈശ്വര, അങ്ങനെ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ഈ സുപ്രിയ ആലിക്ക് ഫോൺ കൊടുത്തിട്ടില്ല, ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടില്ല. അപ്പൊ എപ്പോഴും പോസ്റ്റ് ഇടുമ്പോഴും ഒക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ, വളരെ പാരന്റിങ്ങിനെ പറ്റിയിട്ട് വളരെ നല്ല കാര്യങ്ങളൊക്കെ സുപ്രിയ സംസാരിക്കും. അത് എൻ്റെ വളരെ ഇഷ്ടപ്പെട്ട പോയിന്റ് ആണ് അതൊക്കെ. അപ്പൊ ഞങ്ങൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും. അപ്പൊ ഞാൻ അതിൽ വളരെ അപ്രീഷിയേറ്റ് ചെയ്ത് സുപ്രിയയോട് പറയാറുണ്ട്. അപ്പൊ ഞാൻ പറയും, പക്ഷെ ഞാൻ സുപ്രിയയെ വെച്ചിട്ടാണ് സായിയെ പേടിപ്പിച്ചോണ്ടിരിക്കുന്നത്, കണ്ടോ? ഞാൻ മാത്രമല്ല, പൃഥ്വിരാജ് ഞങ്ങളുടെ വൈഫ് സുപ്രിയ ആൻറ്റി കണ്ടോ, കൊടുത്തിട്ടില്ലല്ലോ ഫോൺ, ഇൻസ്റ്റഗ്രാം ഇല്ലല്ലോ അവർക്ക്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇവിടെ ജീവിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ അത് കഴിഞ്ഞ ഇടയിൽ ഞാൻ റൊണാൾഡോന്റെ ഒരു വീഡിയോ, അദ്ദേഹത്തിന്റെ മകൻ ഇൻസ്റ്റഗ്രാം ഇല്ല, ബിക്കോസ് ഒരു ദിവസം ഇൻസ്റ്റഗ്രാം തുടങ്ങി, ഹി ഗോട്ട് മോർ ദാൻ 1 million ഫോളോവേഴ്സ് ഇൻ ജസ്റ്റ്. അദ്ദേഹമാണല്ലോ ഈ ലോകത്തെ ഏറ്റവും അധികം ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് ഉള്ള വ്യക്തി. അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ ഒരു ദിവസം കൊണ്ട് 1 million ഫോളോവേഴ്സിലേക്ക് എത്തി. അപ്പോൾ അദ്ദേഹത്തിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ മകന് ഫോളോവേഴ്സ് വരുന്നത്. അത് ഏത് രീതിയിലും മിസ്ലീഡ് ചെയ്യപ്പെടാനും അവന്റെ ഹാർഡ് വർക്കിനെ കുറയ്ക്കാനും ഈ അച്ചീവ്മെന്റ്സ് ഒക്കെ വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് കിട്ടുന്നതാണെന്ന് തോന്നാനും ഹാർഡ് വർക്ക് കുറയാനും ഉള്ളൊരു സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഇവനെ ഇത് ഞാൻ കൊണ്ടുവന്ന് വീഡിയോ കാണിച്ചപ്പോൾ ഇവൻ എൻ്റെ പറയാം, അമ്മ ദിസ് ഇസ് എൻ AI ജനറേറ്റഡ് വീഡിയോ. ഞാൻ ചമ്മി, AI ജനറേറ്റഡ് വീഡിയോ ആണെന്ന് ഇയാളുടെ സംസാരമൊക്കെ. ഞാൻ പറഞ്ഞു, പക്ഷേ ഇറ്റ് ഇസ് എ ഫാക്ട് ദറ്റ് അയാള് മകന് ഇൻസ്റ്റഗ്രാം കൊടുത്തിട്ടില്ല എന്നുള്ളതൊരു ഫാക്റ്റാ. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, അത് AI ജനറേറ്റഡ് ആയിരിക്കും, പക്ഷെ റൊണാൾഡോ ഒരു പ്രസ് മീറ്റിൽ വെച്ചിട്ട് കൊക്കക്കോളയുടെയോ പെപ്സിയുടെയോ എന്തോ ക്യാൻ എടുത്ത് മാറ്റി വെച്ചിട്ട് നോർമൽ വെള്ളം എടുത്ത് കുടിച്ചപ്പോൾ ആ വർഷത്തെ ഇവരുടെ ടോട്ടൽ സെയിൽസ് കുറഞ്ഞു. അപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ ആണ് ഇങ്ങനെയുള്ള പബ്ലിക് ഫിഗേഴ്സ്. അദ്ദേഹം ഒന്ന് വേണ്ടാന്ന് മാറ്റി വെച്ചപ്പോൾ അതിനുണ്ടായ ഒരു ഇമ്പാക്ട് എത്ര വലുതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ആൾക്കാരാണ് ഇപ്പൊ അത്ര വലിയ ആളാണ് അമ്മയെന്നല്ല, പക്ഷെ അതുപോലെയുള്ള സെലിബ്രിറ്റി ഇൻഫ്ലുവൻസ്ഡ് സെലിബ്രിറ്റി സ്റ്റേറ്റസ് ഉള്ളവരാണ്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ വേറെ രീതിയിൽ ഒരുപാട് തെറ്റുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ് അവൻ പറയുന്നത്. ഞാൻ എപ്പോഴും പൃഥ്വിരാജിന്റെയും സുപ്രിയയുടെയും കാര്യം ഇടക്കിടക്ക് വീട്ടിൽ പറയും. അതായത് പ്യൂബർട്ടിയെ കുറിച്ചിട്ടൊരു ബുക്ക് ഉണ്ടായിരുന്നു, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും. അവർക്ക് ഈ മെൻസ്ട്രേഷൻ ഉണ്ടായി കഴിയുമ്പോൾ വായിക്കാനുള്ള പുസ്തകം. എന്താണ് സ്ത്രീകളിലെ മെൻസ്ട്രേഷൻ എന്ന് പറഞ്ഞ് ഉള്ള ഇത് ബോയ്സിന് വായിക്കാൻ വേണ്ടിയിട്ട് ഒരു പുസ്തകം. ഇത് ഒരു ബ്രാൻഡ് ഇറക്കുന്നു. ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറി സുപ്രിയ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാൻ സായിക്ക് അത് ഓർഡർ ചെയ്ത് ആ പുസ്തകം ഞാൻ വാങ്ങിച്ചു കൊടുത്തു. കാരണം സ്ത്രീകളിൽ എന്താ സംഭവിക്കുന്നത്, ഇപ്പം എൻ്റെ ഫാദറൊക്കെ വീട്ടിൽ പറയും, ഇതിപ്പോ അങ്ങ് ഓവറാണേ, നിങ്ങൾ അങ്ങനെ ഇങ്ങനെ, നിങ്ങളുടെ മൂഡ് സ്വിങ്ങാ, നിങ്ങളുടെ മറ്റേതോ, നിങ്ങൾക്ക് ഇതാ മറിച്ചതാന്നൊക്കെ, ഇതിപ്പോ അങ്ങ് ഭയങ്കര പറഞ്ഞ് ഭയങ്കര കൂടുതലാന്ന് അച്ഛൻ പറയും. പക്ഷെ പറഞ്ഞു കൂടുതലാന്ന് പറഞ്ഞാൽ എത്ര നാളായി, 5 വർഷം അല്ലെങ്കിൽ മാക്സിമം ഒരു 10 വർഷമായിട്ടുള്ളൂ എല്ലാവരും മെനോപോസിനെ കുറിച്ചും. ഞാൻ പോലും മെൻസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു വാക്കിനെ ധൈര്യത്തോടു കൂടി സാറിനെ പോലെ ഇത്രയും മുതിർന്ന ഒരാളിന്റെ മുൻപില് പറയാനുള്ള ധൈര്യം വന്നതുപോലെ ക്ലാസ്സിലും പഠിപ്പിക്കുന്നില്ലല്ലോ, സ്കൂളിലെങ്ങാനും ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ വീട്ടിൽ ഇരുന്ന് പഠിച്ചാൽ മതിയല്ലേ പറയൂ. അല്ല, പറഞ്ഞു തരും, അതാ ഇംഗ്ലീഷിൽ അങ്ങനെ വായിച്ചു പോകുന്നു എന്നുള്ളതിന്. അല്ല, അതെങ്ങനെ അറിയോ, അത് തന്നെ മലയാളത്തിൽ പറയത്തില്ല, ഇംഗ്ലീഷിലേ പറയൂ. ഇല്ല സാർ, ഇപ്പത്തെ കോമഡിയാണ്, അത് പറയാമോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എന്നാലും ഞാൻ പറയാണ്, സ്കൂളിൽ പഠിക്കുമ്പോ എനിക്ക് അങ്ങനെ ഒരു ദുരനുഭവം എൻകൗണ്ടർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒരു പുരുഷന്റെ, ഒരു അച്ഛനോളം പ്രായമുള്ള ഒരു മനുഷ്യന്റെ അടുത്തുനിന്ന്. അപ്പൊ അത് വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രം നിൽക്കുന്ന ഒരു ഇൻസിഡന്റ് ആയിരുന്നു. പക്ഷെ ഒരു 7ാം ക്ലാസ്സുകാരി എന്നുള്ള നിലയിൽ എനിക്ക് വീട്ടിൽ പറയാൻ പേടിയാ. ഞാൻ വീട്ടിൽ പറഞ്ഞാൽ എന്നെ വഴക്ക് പറയുന്ന ഞാൻ വിശ്വസിച്ചിരുന്നത്. ഞാനിത് വീട്ടിൽ പറഞ്ഞാൽ എന്നെ അച്ഛനും അമ്മയും വഴക്ക് പറയുന്ന ഞാൻ വിചാരിച്ചത്. അപ്പൊ അതായിരുന്നു ഞങ്ങളുടെ കാലഘട്ടം. ഇപ്പൊ പക്ഷേ നവ്യ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കുട്ടിയുടെ വീട്ടിൽ പറയും. കാര്യം ഇതൊക്കെ ഒരു യൂഷ്വൽ തിങ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിന് ഇപ്പൊ അച്ഛൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇത് ഭയങ്കര എപ്പോഴും എല്ലാവരും ഇതിനെപ്പറ്റി അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങളുടെ മൂഡ് സ്വിങ്ങിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോഴാണ്
സായിയെ പോലെയുള്ള വളർന്നു വരുന്ന തലമുറ അവരുടെ കൂടെ വരുന്ന പാർട്ട്നേഴ്സിനെ കൺസിഡറേറ്റ് ആവുള്ളൂ. അപ്പൊ നമുക്കിനി നവ്യ നമുക്ക് ചോദ്യത്തിലേക്ക് പോണ്ടേ? നമുക്ക് ഒരു കോടി അടിക്കണ്ടേ നമുക്ക്? അപ്പൊ നമുക്ക് അടിക്കണം, 1 കോടി അടിക്കണം. നല്ല മനോഹരമായ ഉത്തരങ്ങൾ 1 കോടി അടിച്ച് പോകുന്നു. അടിക്കാതിരിക്കാനുള്ള എല്ലാം സാറ് ചെയ്യും. അമ്മയുടെ മുഖത്തൊരു ചിരി അത് പറഞ്ഞപ്പോൾ. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഇതിനകത്ത് എപ്പോഴെങ്കിലും ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ വിഷമിക്കുമ്പോൾ 3 ഹെൽപ്പ് ലൈൻ. ഒന്ന് ഈ കുട്ടേട്ടൻ്റെ, ഒന്ന് PSC രാജു. അദ്ദേഹത്തിന്റെ പ്രത്യേകത നമ്മൾ പ്രേക്ഷകർക്ക് അറിയാം. എല്ലാ PSC പരീക്ഷയിൽ തോറ്റുപോയ മനുഷ്യനാണ്. എന്നാൽ അത് ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തി കുട്ടികളെല്ലാം PSC പരീക്ഷ ജയിക്കും. അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലേ? അങ്ങനെ കോച്ചിങ് സെന്റർ അവര് പഠിപ്പിച്ച ഒരു IAS കിട്ടി കാണും അല്ലേ? പിന്നെ നമുക്ക് സുജിത് കുമാർ PT ഉണ്ട്. ആളൊരു മിടുകനാ, ആളൊരു പഠിപ്പിച്ചിട്ട് ഫുൾ ടൈം പഠിത്തം മാത്രമായിരുന്നു. തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 10,000 രൂപയുടെ ചോദ്യം. ആസ് യൂഷ്വൽ പണ്ട് നൊമ്പരത്തിന്റെ കാലം പോലെ തന്നെ പമ്പരത്തിലാ. ഓക്കെ, റെഡി? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നവ്യ, ഏറ്റവും സുരക്ഷിതമായ ചായ ഏതാണ്? ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരം. കിട്ടി. ഏതാണ് കിട്ടിയത്? സേഫ്റ്റി. സൂപ്പർ. ഓക്കെ, അപ്പൊ 10,000 രൂപ കിട്ടി. അപ്പൊ നമ്മൾ 20,000 രൂപയുടെ ചോദ്യത്തിലേക്ക് 20,000. മഹേഷേ പറഞ്ഞേ. നവ്യ, ഞാനൊരു ഓഡിയോ കേൾപ്പിച്ചു തരാം. അത് ഓഡിയോ കേട്ടിട്ട് നമുക്ക് ചോദ്യം ചോദിക്കാം. പ്ലേ. അപ്പൊ ചോദ്യത്തിലേക്ക് ഏകദേശം കിട്ടിയെന്ന് തോന്നല്ലേ? പാട്ട് ഞാൻ അഭിനയിച്ച ബനാറസ് എന്ന് പറയുന്ന സിനിമ. ഏത് മലയാള സിനിമാ ഗാനത്തിന്റെ തുടക്കമാണിത്? കൂവരം കിളിപ്പൈതലേ കുണുക്കു ചെമ്പകത്തേൻ തരാം കുഞ്ഞോൾ. റെഡി. സൂപ്പർ. നമുക്കൊരു കാര്യം, ഞാൻ പാട്ടൊന്ന് പ്ലേ ചെയ്തേക്കാം അല്ലേ? ഏതായാലും ബനാറസ് അല്ലേ ഗാനം അല്ലേ? ആമ്പലക്കുളിരമ്പിളി കുട നിവർത്തണതാരടി മുത്താരം കുന്നും നീ മമഴ മുത്തണടി. ഓക്കെ, അപ്പൊ റെഡി. 20,000 രൂപ കൈ കിട്ടി. കൺഗ്രാറ്റുലേഷൻ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ 30,000 രൂപയുടെ ചോദ്യം. 30,000. കാൽഭാഗം കറുപ്പും 1/4 ഭാഗം ചുവപ്പുമായ ഞാൻ ആരാണ്? കാൽഭാഗം കറുപ്പും 1/4 ഭാഗം ചുവപ്പുമായ ഞാൻ ആരാണ്? കിട്ടിയോ? പറയരുത്. അയ്യോ പറയരുത്, എന്റെ കട പൂട്ടി പോവും. അവരോട് ചോദിക്കാൻ പറ്റുമോ? അവരോട് ചോദിക്കാൻ പറ്റത്തില്ല. ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കാര്യം ചേച്ചി വിഷമിക്കരുത് ചേച്ചി. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും ജീവിതത്തിൽ. അങ്ങനെ പറയാമോ? ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഓക്കെ, ഒരു ക്ലൂ. നന്ദനം സിനിമയുമായി ബന്ധമുണ്ട്. കുന്നിക്കുരു അല്ലേ? ശരിയാണല്ലോ. ഓക്കെ, എന്റെ മനസ്സിൽ ആദ്യം പോയെന്ന് അറിയോ? മറ്റേ ലേഡി ബഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസെക്ട് ഇല്ലേ? ആ സാധനമാണെന്ന് വിചാരിച്ചു. എന്റെ അമ്മു. കാരണം അതിന് ഇങ്ങനെ ചുമപ്പാണ്, മേളിൽ ഇങ്ങനെ ബ്ലാക്ക് കുത്തുകളാ, അത് കാൽഭാഗം കറുപ്പേ ഉള്ളൂ. ആ ഉത്തരം ശരിയാണോ? പറയുന്നു ആ ഉത്തരം ശരിയല്ല. അല്ല. ഓക്കെ, ബൈ. എന്താ കൂട്ടേട്ടാ? നവ്യ നായർ. ഇടക്കിടക്ക് എന്നെ ഇങ്ങനെ വിളിക്കണേ. എനിക്കറിയാം എന്റെ കുട്ടേട്ടന്റെ പേര് ഇതാന്ന്. നായരും കൂടെ ചേർത്ത് വിളിക്കുന്നത്. എന്നിട്ടാണ് നാട്ടുകാരൻ ഇനി അതിനും കൂടെ കുറ്റം പറയാൻ. കുട്ടേട്ടന് വരെ ഈ ജാതി പറച്ചിലിന്റെ ആവശ്യമുണ്ടോ കുട്ടേട്ടാ? അങ്ങനെയാണെങ്കിൽ നമസ്കാരം തന്നെയാ. അതാണ് അത് പൊളിച്ചത്. ചക്കര. ആദിരാത്രി എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ആദിരാത്രി അല്ല, ഞാൻ അഭിനയിക്കുന്ന പാതിരാത്രിയാ. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഇനി കുട്ടേട്ടൻ എന്റെ ആദിരാത്രിയുടെ കാര്യം വല്ല ചോദിക്കാൻ വേണ്ടി. ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുട്ടേട്ടൻ ചോദിക്കില്ല. കുമളിയിൽ നിങ്ങൾ ഒരു ഹോട്ടലിൽ താമസിച്ച സമയത്ത് എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. ഒന്നും ഉണ്ടായില്ല കുട്ടേട്ടൻ, വെറുതെ തോന്നുന്നു. അങ്ങനെ പറയരുത്, എനിക്കെല്ലാം അറിയാം.
എന്നൊക്കെ പറ എന്താണ്ടായേ? താങ്കളെ ആരെങ്കിലും പേടിപ്പിച്ചിരുന്നോ? ഓ മനസ്സിലായി. മനസ്സിലായല്ലേ? പാതിരാത്രി ഇന്ന് സിനിമയുടെ പേര് പോലെ തന്നെ നൈറ്റാണ് കൂടുതൽ വർക്ക്. അങ്ങനെ ഞങ്ങൾ രാത്രിയിൽ ഹോട്ടലിൽ കുമിളിയിൽ, ആ ഹോട്ടലിന്റെ പേര് ഞാൻ പറയണില്ല, ഞങ്ങൾ പോകുമ്പോൾ ഇനി ഇങ്ങനെ താമസിച്ച് പേടിച്ചാലോ. അങ്ങനെ ഞങ്ങൾ ആ റൂമാണെങ്കിൽ വലിയ റൂമാണ്, അവിടുത്തെ സ്വീറ്റ് റൂം. അങ്ങനെ നമ്മൾ ഈ 6:30 മണിയായപ്പോൾ വന്നിട്ട് എനിക്ക് മേല് കഴുകാൻ പോലും വയ്യ. ഞാൻ വന്ന് അങ്ങനെ കിടന്നുറങ്ങി. ഒരു ഉച്ചക്കൊരു 12:30 മണിയായപ്പോഴത്തേക്കും പെട്ടെന്ന് വാർത്ത ഓണാവുകയാണ് അവിടെ. ഇന്ന് മുഖ്യമന്ത്രി ഇതാ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത. അപ്പോൾ ഞാൻ വെച്ചാൽ എൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ട്, അവൻ്റെ കയ്യിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ കൊടുത്തിട്ടുണ്ട്, രാവിലെയൊക്കെ വന്നിട്ട് എന്തെങ്കിലും എടുത്തു വെക്കാനുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവൻ റൂമിൽ കയറിയിട്ട് എന്നെ ശല്യപ്പെടുത്താതെ അവിടെ ഇരിക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഉറക്കത്തിൽ കിടന്നിട്ട് ഇങ്ങനെ വിളിക്കാം, അഫ്സൂ അഫ്സൂ. അപ്പോൾ ഒരനക്കവും ഇല്ല. ഞാൻ വീണ്ടും കുറച്ചുകൂടെ പിച്ച് കൂട്ടി വിളിച്ചു, അഫ്സൂ. അനക്കില്ല. ഞാൻ മെല്ലെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഞാൻ പോയിട്ട് നോക്കുമ്പോഴേ TV ഓണായി കിടക്കുക. ഇങ്ങനെ TV ഓണായി കിടക്കുക. ഞാൻ അവിടെ നോക്കുമ്പോൾ സോഫയിൽ ആരുമില്ല. TV തന്നെ ഓണായി, സോഫയിൽ ആരുമില്ല. പ്രേതമല്ലോ ആയിരിക്കും. പ്രേതമുണ്ട് പിന്നെന്താ. പക്ഷെ ഇത് സംഭവം എന്താണെന്നൊന്നും എനിക്ക് അതിന്റെ റീസൺ അറിയില്ല. ഇത് കഴിഞ്ഞിട്ടും ഒരു ദിവസം ഞാൻ അവിടെ റൂമിലിരിക്കുന്ന സമയത്ത് ഞാൻ ഹോട്ടലിൽ താഴെ പോയി പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചില്ല. ഇല്ല മാം അങ്ങനെയൊന്നുമില്ല, ലൂസ് കണക്ഷൻ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. അവർ വന്ന് എല്ലാം ശരിയാക്കുന്നു, ഓരോന്നൊക്കെ നോക്കുന്നു, ഒരു കണക്ഷനും ഒന്നും പ്രശ്നമൊന്നുമില്ല. അവസാനം ഞാൻ ആ പ്ലഗൊക്കെ ഊരി തന്നെ പുറത്ത് ഇട്ടു. രണ്ടാമത് സ്കെഡ്യൂളിന് ചെന്നപ്പോൾ ഞാൻ വീണ്ടും അവിടെ ചെന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് ഇതേപോലെ താനെ ഇതൊരു ഉച്ചക്ക് വരുന്ന പ്രേതാട്ടോ. ഉച്ചയ്ക്ക് മാത്രമേ വരൂ. ഉച്ചക്ക് വരുന്ന പ്രേത. ഉച്ചയ്ക്ക് ഇതുപോലെ വന്ന് ഞാൻ അവസാനം അന്ന് ഞാൻ ഉറങ്ങിയിട്ടൊന്നും ഇരിക്കുകയല്ല, എനിക്ക് നല്ല ഇതായതുകൊണ്ട് ഞാൻ പുറത്തു പോയി. എൻ്റെ നേരെ റൂമിൻ്റെ ഓപ്പോസിറ്റാണ് അവിടുത്തെ റെസ്റ്റോറൻറ്റ്. അവിടെയുള്ള പയ്യന്മാരൊക്കെ വിളിച്ചുകൊണ്ടെന്ന് കാണിച്ചു. ഞാൻ നോക്ക്, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറയും ഞാൻ ഉണ്ടാക്കി പറഞ്ഞ കഥയാണെന്ന്. കണ്ടോ, നിങ്ങളുടെ TV ഓണായി കിടക്കുന്നുണ്ട്, ഇവിടെ ആരെങ്കിലും ഉണ്ടോ ചാനൽ മാറ്റാൻ? അന്നേരം എന്താ സംഭവം എന്നറിയോ? രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടായപ്പോ വാർത്തയല്ല, ചാനൽ മാറ്റിക്കൊണ്ടിരിക്കുക, തന്നെ മാറിക്കൊണ്ടിരിക്കുക ചാനൽ. അവിടുത്തെ TVക്ക് എന്തോ പ്രശ്നമാണ്, അതായിരിക്കും. സാർ അങ്ങനെ വിശ്വസിച്ചോ? ഞാൻ പറയാതൊന്നും വിശ്വസിച്ചു. ഓക്കെ, നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. നവ്യ, ഞാൻ ഇനി 40,000 രൂപയുടെ ചോദ്യം ചോദിക്കുന്നു. LED-യിലേക്ക് ഒരു നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കിക്കോളൂ. ഈ ചിത്രത്തിൽ നിന്നും കണ്ടെത്താവുന്ന കുഞ്ഞരിപ്രാവിന്റെ ഒന്നുകൂടെ ഇട്ട് നോക്കി. കുഞ്ഞരി പ്രാവിന്റെ ചങ്ങാതി, പക്ഷെ കുറച്ചുകൂടെ ചങ്ങാതിയും പ്രാവും ഒക്കെ കറക്റ്റാ. അതിന്റെ മുമ്പില് കളറ്, അരിയുടെ കളറ് മാറിപ്പോയി. വെള്ളരിപ്രാവിന്റെ ചങ്ങാതി. ഓക്കെ, അപ്പൊ 40,000 രൂപ കൈ കിട്ടി. ഇനി നമ്മൾ 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോടതിയിൽ പോകാതെ തന്നെ നമ്മൾ കയറി ഇറങ്ങുന്ന കേസ് ഏതാണ്? സൂട്ട് കേസ് ഒരു കേസാണ്, പക്ഷെ കയറി ഇറങ്ങുന്ന അല്ലല്ലേ? അതല്ല. കോടതിയിൽ പോകാതെ തന്നെ നമ്മൾ കയറി ഇറങ്ങുന്ന കേസ്. നമുക്ക് വേണമെങ്കിൽ ഒരു ഹെൽപ്പ് ലൈൻ എടുത്താലോ? നമുക്ക് സുജിത് കുമാർ PT വിളിച്ചാലോ? പുള്ളിക്കാരനെ പഠിപ്പിച്ച സുജിത് കുമാർ PT, പ്ലീസ് കം. ഹായ് PT, how are you? നമസ്കാരം സർ. that you are still alive. സാറിന്റെ ബ്രദറാന്ന് തോന്നുന്നല്ലോ. ഭയങ്കര അല്ലേ? അല്ല, അതേപോലത്തെ എനർജി. എല്ലാ ഡയലോഗും പറയും സാർ, ഫൈൻ 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 സാർ എന്നാണ് നവ്യ വിശേഷം? സാറേ, നവ്യ എന്റെ വലിയ ആരാധികയാ. ഞാൻ നവ്യയുടെ വലിയ ആരാധിക. മനസ്സിലായി. പിന്നെ ഈ പറയുന്ന പോലെ ഞാൻ ഇപ്പൊ നവ്യ വിചാരിക്കും, നവ്യയുടെ മുഖത്ത് നോക്കി ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞ ക്ലീശ സാധനം അടിക്കുമെന്ന് ഞാനത് പറയില്ല. ഐ ആം എഡ്യൂക്കേറ്റഡ് മാൻ. പക്ഷെ ജോലിയില്ല. കോടതിയിൽ പോകാതെ തന്നെ നമ്മൾ കയറി ഇറങ്ങുന്ന കേസ് ഏതാണ് എന്നാണ് ചോദ്യം. കോടതിയിൽ പോകാതെ തന്നെ കയറി കിട്ടിയില്ലല്ലേ? കുട്ടിക്ക് കിട്ടിയില്ല. അതായത് കുട്ടിയുടെ നൃത്തത്തിലുണ്ടത്. പിന്നെ PT, സുഖമായിരിക്കട്ടെ. പലമണി 143. താങ്ക് യു.
താങ്ക് യു. ഇനി 60,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. 60,000. ക്വസ്റ്റ്യൻ പ്ലീസ്. കടുവയുടെ പേരുമായാണ് അറിയപ്പെടുന്നത്, എന്നാൽ കടുവയുമായി ഒരു ബന്ധവുമില്ല. നമ്മുടെ വേദനയിലൊക്കെ കൂടെ നിൽക്കും. എന്താണിത്? മറ്റേ ഇതാണോ? മറ്റേ ഏതാണ്ട് ഒരു തൈലം ഉണ്ടല്ലോ, അതുമല്ലോ ആണോ? ടൈഗർ ബാം. ഉത്തരം ശരിയാണ്. ഓക്കെ, ടൈഗർ ബാം തന്നെയാണ് ശരി ഉത്തരം. ഇപ്പോൾ 60,000 രൂപ കൈ കിട്ടി. മ്യൂസിക്. 70,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. വീണ്ടും LED നോക്കൂ, ചിത്രങ്ങൾ കാണിച്ചു തരുന്നു. ഈ ചിത്രത്തിൽ നിന്നും കണ്ടെത്താവുന്ന മലയാള സിനിമാ ഗാനം ഏതാണ്? ചിത്രം ഒന്നുകൂടി കാണിക്കാം, ചിത്രങ്ങൾ കാണിക്കാം. കൈ കോട്ട് കണ്ടില്ല തഴമ്പോ. കറക്റ്റാണ്. ഇനി പാട്ടാക്കിയാ മതി. കൈക്കോട്ടും കണ്ടിട്ടില്ല കയ്യിൽ. ഓക്കെ, എന്റെ ജനറേഷനാണ് അന്നത്തെ നവ്യയുടെ സ്കൂൾ യൂത്ത് കരച്ചില് ഓർമ്മിച്ചവര്. അന്ന് കരച്ചിലിന് കാരണമായ പ്രതിഭയുണ്ടല്ലോ, അതെ, ആരായിരുന്നു? അമ്പിളി. പിന്നീട് കണ്ടിട്ടുണ്ടോ? ഞാൻ സ്നേഹമാണോ? പറഞ്ഞിട്ടുണ്ട്. പിന്നെ കാര്യം അത് പ്രേക്ഷകർ അറിയാൻ വേണ്ടിയാണ്. സംസ്ഥാന സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലില് കലാ തിലകമായി അല്ലേ അമ്പിളി. അപ്പൊ അതിന് തൊട്ട് താഴെയായിരുന്നു തിലകം നഷ്ടപ്പെട്ട ആളായിരുന്നു അല്ലേ. അപ്പോൾ അതിലൊരു വേദന കൊണ്ട് തളർന്ന് പത്രക്കാരോട് അങ്ങ് കരഞ്ഞുപോയി. അല്ല, അന്ന് നമ്മൾ അതൊന്നും അത് ഔട്ട് ഓഫ് ഇന്നസെൻസ് ടോട്ടലി. അതിലൊന്നും ആൾക്കാർ തെറ്റ് പറയുന്നില്ല. ഞാൻ ചോദിച്ചതല്ല, പിൽക്കാലത്ത് നവ്യ അറിയപ്പെടുന്നൊരു അഭിനേത്രിയായി വിവിധ ഭാഷകളിൽ അഭിനയിക്കാൻ വേണ്ടിയുള്ളൊരു ഇതൊക്കെ വന്നതാ. മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും എന്ന് പറഞ്ഞ വിനയൻ സാറിന്റെ സിനിമയില് പൃഥ്വിരാജിന്റെ സിസ്റ്ററായിട്ട് അമ്പിളിയാണ്. അതില് പേരായിട്ട് ഹീറോയിനായിട്ട് എന്നെ വിളിച്ചിരുന്നു. പക്ഷെ അന്ന് എനിക്ക് +1 +2 എന്തോ +1 ആണെന്ന് തോന്നുന്നു, എക്സാമാ. അതുകൊണ്ട് എനിക്ക് പോവാൻ. പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അല്ലേ? എന്റെ വിവാഹത്തിന് എന്റെ കുടുംബക്ഷേത്രം കൊറ്റംകുളങ്ങരയാണ്. അത് കുറച്ച് മാറിയിട്ടാണ്. അപ്പൊ കൊറ്റംകുളങ്ങരയിലാണ് അമ്പിളിയുടെ സ്ഥലം. അപ്പൊ അന്ന് അമ്പിളിയുടെ അമ്മയാണ് എന്റെ വിവാഹ ദിവസം അവിടെ അമ്പലത്തിൽ വഴിപാടൊക്കെ കഴിച്ചതും എല്ലാം. ഇനി ഏതെങ്കിലും ഒരു പൊതു ഇടത്ത് വെച്ച് കണ്ടുമുട്ടിയാൽ രണ്ടുപേരും ആലിംഗനബദ്ധരാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. യാതൊരു എന്താ പറയാ കാപട്യവും ഇല്ലാതെ ആലിംഗബദ്ധം. അപ്പൊ അമ്പിളി സൂക്ഷിച്ചിരുന്നുള്ളൂ ഒരു ആലിംഗനം ബാക്കി കിടപ്പുണ്ട് അല്ലേ? ഓക്കെ, നമ്മളിനി അടുത്ത ചോദ്യത്തിലേക്ക്. എന്റെ സാർ, ഇത് മൊത്തം ഇങ്ങനത്തെ ചോദ്യങ്ങളാണോ? വിറ്റാമിൻ കൂടുതലുള്ള നദികൾ ഏതെല്ലാമാണ്? വിറ്റാമിൻ കൂടുതലുള്ള നദികൾ. ഈ നദികളെയൊക്കെ പൊതുവെ വിളിക്കുന്ന ഒരു പേരുണ്ട്, അതാണ് എന്റെ ക്ലൂ. ഒരു നദി, അതിന്റെ കൂടെ ഒഴുകുന്ന നദികളുടെ പേരുണ്ടല്ലോ, ആ നദികളെ വിളിക്കുന്ന ഒരു പേരുണ്ട്. സാമൂഹ്യ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ കേട്ടതാണ്. കുട്ടികളിലൊക്കെ ഇങ്ങനെ ഗുണമുള്ള സാധനങ്ങളൊക്കെ കഴിക്കണം എന്നൊക്കെ പറയും. കിട്ടിയോ? അതിന് മലയാളം ആലോചിക്കുക. പോഷക. അപ്പൊ നമുക്ക് 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്ക്, 100,000 റുപ്പീസിലേക്ക്. മ്യൂസിക്. ആനയും ഉറുമ്പും കൂടി. സാറേ അന്ന് എന്നെ ഫ്രിഡ്ജിൽ കയറ്റി ആനയാ, ഞാൻ പിന്നെ ആന ഇറക്കിയിട്ടില്ല സാർ. ആനയുടെ ചോദിക്കരുത് പ്ലീസ്. അപ്പൊ നമുക്ക് രസമായിരിക്കും ഇത്. ആനയും ഉറുമ്പും കൂടി ചായ കുടിക്കാൻ പോയി. ആന ചായ കുടിച്ചു, ഉറുമ്പ് കുടിക്കാതെ നോക്കിയിരുന്നു. ആന കാരണം ചോദിച്ച ഉറുമ്പ് 168 എന്ന് എഴുതി കാണിച്ചു. ആനയ്ക്ക് കാര്യം മനസ്സിലായി. ഉറുമ്പ് എന്താണ് ഉദ്ദേശിച്ചത്? 168 ഷുഗർ ആണെന്നാണോ സാറേ? അല്ലല്ലോ. അല്ലേ, അതല്ല സാർ ഉദ്ദേശിച്ച ഉത്തരം. അതല്ല, അങ്ങനെയല്ലേ? അല്ല, അങ്ങനെ ആവാലോ. അല്ല. ശരി, എന്നാ ഞാൻ ആലോചിക്കട്ടെ. അത് മലയാളത്തിലൊന്ന് വായിച്ചു നോക്കിയാൽ ചിലപ്പോ കിട്ടിയെന്നൊരു ഉത്തരം. 1 6 8 1 6 ഓക്കെ, 1 6 എന്ന് എഴുതി കാണിച്ചപ്പോ ആനയ്ക്ക് കാര്യം മനസ്സിലായി. എന്റെ പോസിബിൾ ആയിട്ടുള്ള ഒരു ഉത്തരം കറക്റ്റ് ഉത്തരവായിരുന്നു സാർ. അതിന് ഒരു പ്രോത്സാഹന സമ്മാനം ഏറ്റുവാങ്ങുന്നത് നവ്യ നായർ അല്ലേ ചേച്ചി? 168 ഷുഗർ ആണെങ്കിലും നമ്മളെ ചായ കുടിക്കാതിരിക്കും. അപ്പൊ നമുക്ക് 2,00,000 പൊളിക്കാം. ക്വസ്റ്റ്യൻ. ഒരു സ്ഥലത്തൊരു രാഷ്ട്രീയ പ്രസംഗം നടക്കുകയായിരുന്നു. പെട്ടെന്ന് അവിടേക്ക് ഫയർഫോഴ്സ് എത്തി. എന്തിനായിരുന്നു ഫയർഫോഴ്സ് അവിടെ വന്നത്? രാഷ്ട്രീയ പ്രസംഗം എങ്ങനെയൊക്കെ പോകുന്ന ആലോചിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്ന് വരും ചിലപ്പോൾ. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിലേ നമുക്ക് ആ PSC കാരനെ വിളിച്ചാലോ? പ്ലീസ് കണക്ട് മീ ടു PSC രാജു.
ഹലോ പി സി രാജു, ഹൗ ആർ യു? ഫൈൻ സാർ ഫൈൻ. പി സി രാജു സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. ആരാണ് സാർ ഇന്ന് ഗസ്റ്റ്? നേരത്തെ വന്ന സുജിത്തിന്റെ അതേ ശബ്ദം. ഇവരെല്ലാം സയാമിസ് ഇരട്ടകളാ. നവ്യ എന്തോ ഹായ്. സുജിത്തല്ലേ? സുഖമാണ്. സുഖാണോ നല്ല ചേച്ചി? സുജിത്തല്ലേ? നോ 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 നോ. കണ്ടോ പുള്ളി തന്നെ. അയ്യടാ ഞാൻ കള്ളി പുറത്താക്കി. കയ്യോടെ പിടിച്ച് അല്ലേ? ഓക്കെ സുജിത്ത് പീറ്റി കള്ള പേരിലൊന്നും ഇതാക്കണ്ട, കാര്യം പറ. കാര്യം പറ അല്ലേ? ക്ലൂ തകളൂ. നവ്യ എന്തോ PSC രാജു. ആ പറ. അതാണ് എന്റെ അച്ഛൻ BSNL ജോലി ചെയ്ത രാജു. ചോദ്യം ഒന്നും പറയൂ സാർ. ഒരു സ്ഥലത്ത് ഒരു രാഷ്ട്രീയ പ്രസംഗം നടക്കുകയായിരുന്നു. പെട്ടെന്ന് അവിടേക്ക് ഫയർഫോഴ്സ് എത്തി. എന്തിനായിരുന്നു ഫയർഫോഴ്സ് അവിടെ എത്തിയത് എന്നാണ് ചോദ്യം. കൂട്ടിയിട്ട് എന്തെങ്കിലും കത്തിക്കുമ്പോഴൊക്കെ കാണുന്ന ഒരു കൂട്ടിയിട്ട് കത്തിക്കുമ്പോ കാണുന്നത് പുക അല്ലേ? പുകയല്ല അടുത്ത് വരുന്നു. തീപ്പൊരി പ്രസംഗം. അപ്പോ 2 ലക്ഷം രൂപ. ഓക്കെ, 3 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക്. ഓക്കെ, 3 lakhs. സത്യസന്ധത കാരണം ധർമ്മപുത്രർ എന്ന വിളിപ്പേരുണ്ടായിരുന്ന മലയാള സാഹിത്യകാരൻ ആരാണ്? ഇത് കറക്റ്റ് ആയിട്ടുള്ള ചോദ്യം. ഇത് കറക്റ്റ് ചോദ്യം. ഇത് GK ബേസ്ഡ്. സോറി സാർ, എനിക്കറിയില്ല കേട്ടോ. ഞാൻ പോവാണ്. ബൈ. നിക്കൂ നമുക്കൊരു ആളും കൂടെ ഉണ്ടല്ലോ അല്ലേ? ആരല്ലേ? കൂട്ടുകാരനോട് ചോദിച്ചാലോ? വേണ്ട, പറഞ്ഞു നോക്കാം നമുക്ക്. അല്ലെ ക്ലൂ ഇല്ല ഇതിന്? എനിക്ക് സാറിനോട് ചോദിക്കാലോ. സാർ എനിക്കൊരു ക്ലൂ ഒക്കെ തരും. എനിക്ക് എങ്ങനെ ക്ലൂ തരാൻ പറ്റും? മേളിൽ ചെവിയിൽ നിന്ന് ഒരാൾ പറയുന്നുണ്ട് ക്ലൂ കൊടുക്കരുത്. സാർ മുമ്പിലിരിക്കുന്ന ഞാൻ പറയുന്നതാണോ ചെവിയിലിരിക്കുന്ന അയാൾ പറയുന്നതാണോ സാർ കേൾക്കുന്നത്? എനിക്ക് രണ്ടിലൊന്നും പണിയല്ലേ കുട്ടി. എംപ്ലോയ്മെന്റ് അൺഎംപ്ലോയിഡ് ആക്കരുത് കേട്ടോ. നമുക്ക് കുട്ടേട്ടനോട് ചോദിക്കാം. ഓക്കെ കുട്ടേട്ടാ. യെസ് ബോസ്. യെസ്. നവ്യ എന്തോ ഇദ്ദേഹം കുറേയധികം പ്രശസ്തമായ നോവലുകൾ എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പിന്നെ സാഹിത്യകാരനല്ലേ? ഉമ്മാച്ചു ഇദ്ദേഹം എഴുതിയ ഒരു കഥ. ബേപ്പൂർ സുൽത്താൻ അല്ല. സുന്ദരികളും സുന്ദരന്മാരും ഇദ്ദേഹം എഴുതിയതാണ്. ഉറൂബ്. കറക്റ്റ് ആൻസർ ആണ്. ഉറൂബ് എന്ന PC കുട്ടിക്കൃഷ്ണൻ ഉറൂബ് എന്ന പേരിൽ അറിയപ്പെട്ടു. ഇനി നമുക്ക് 5 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക്. 5 lakhs. അപ്പൊ എന്തായാലും എനിക്ക് ഔട്ട് ആവാനുള്ള സമയം. ഓക്കെ, ഇല്ല വരട്ടെ. പകൽ സമയം ഡോക്ടർ പരിശോധിക്കാത്ത പനി ഏതാണ്? ഇത് തമാശയാണോ സീരിയസ് ആണോ? ഇത് കുറച്ച് കുസൃതിയുണ്ട്, എന്നാൽ യാഥാർത്ഥ്യമുണ്ട്. ചെറിയൊരു കുസൃതിയുണ്ട്, എന്നാൽ കാര്യമാണ് താരം. പിടികിട്ടിയോ? രാപ്പനി. ഉത്തരം ശരിയാണ്. 5 പരിപാടി കൊള്ളാം അല്ലേ? പക്ഷേ ഇങ്ങനത്തെ മതി. മറ്റേ ഒന്നും വേണ്ട. വേണ്ട. 5 ലക്ഷം രൂപയുടെ ചോദ്യത്തിന് ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 10 ലക്ഷം. ഇനി തന്നെയാണ് യാത്ര. ആരും സഹായത്തിനില്ല. അപ്പൊ 10 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. 10 lakhs. പ്യൂർലി GK ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. 10 ലക്ഷം ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് വട്ടാവും. മനസ്സിലായോ? കാര്യം നവ്യ വന്നിട്ട് 10 ലക്ഷം അടിച്ചോണ്ട് പോയി. പ്രശ്നമാവും അല്ലേ? ലോക ഫുട്ബോൾ ദിനം ഏതാണെന്നാണ് ചോദ്യം. വേൾഡ് ഫുട്ബോൾ ഡേ. നമുക്ക് 10 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. ഇതിനൊരു ഉത്തരം പറഞ്ഞാൽ 10 ലക്ഷം രൂപ. മത്സരം തുടരും. എന്നാൽ തെറ്റ് പറ്റിയാൽ ഈ ഫുട്ബോൾ കളിക്കുന്ന ഒരുപാട് പേരെ പരിചയമുണ്ട്. ആരോട് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ ഈശ്വരാ. എന്താ അബദ്ധം പറ്റി അല്ലേ? തെറ്റ് പറ്റിയാൽ 50,000, തെറ്റി പറഞ്ഞാൽ പിൻവാങ്ങിയാൽ 2.5 ലക്ഷം. ശരി ഉത്തരം 10 ലക്ഷം. കളി തുടരും. ആണോ? നമ്മുടെ നിലവാരത്തിൽ എവിടെ നിൽക്കുന്നോ അവിടെ നിൽക്കാം. നവ്യ എന്ത് തീരുമാനിക്കുന്നു? അപ്പൊ നവ്യ നായർ അത് വേണം പറയാൻ. താങ്കൾ ഈ മത്സരവേദിയിൽ നിന്ന് പിൻവാങ്ങുന്നു. എന്തൊരു സന്തോഷം. എന്നെ വെൽക്കം ചെയ്തപ്പോ പോലെ ഞാൻ ഹാപ്പി ആയി കേട്ടോ. ഓക്കെ, 2.5 ലക്ഷം രൂപ കൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കാം. ജനിച്ച മാസം ഏതാ? ഒക്ടോബർ. മെയ് ആയിരുന്നു. കൊള്ളായിരുന്നു. മെയ് 25 പറയത്തേ ഇല്ല. ഈ വർഷം മുതലേ ഈ ആചരിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ ലോക ഫുട്ബോൾ ദിനം. വളരെ കറന്റ് ആണ്. ലേറ്റ് അപ്ഡേറ്റ്. ഓക്കെ, അപ്പൊ മെയ് 25 ശരി ഉത്തരം. അപ്പൊ 2 മാസം മുമ്പ് നടന്ന കാര്യം എന്നോട് ചോദിക്കുന്നത്. നവ്യ 2.5 ലക്ഷം രൂപ കൈ കിട്ടിയിരിക്കുന്നു. സന്തോഷം. താങ്ക് യു. ഓക്കെ, ഒരു ചെക്കുണ്ട്. 2.5 ലക്ഷം രൂപയുടെ ചെക്കുണ്ട്. അപ്പൊ സന്തോഷവതിയായിട്ട് ജീവിക്കുക 2.5 ലക്ഷം കൊണ്ട്. അപ്പൊ വളരെ രസകരമായിരുന്നു നവ്യയുടെ സംഭാഷണം കേൾക്കാൻ. വിജ്ഞാനപ്രദമായിരുന്നു ചോദ്യമൊക്കെ. നവ്യ ഇതുവഴി പോയാൽ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ആ സെറ്റിലേക്ക് അങ്ങ് പോകാം. ഓക്കെ, താങ്ക് യു. വല്ലാത്തൊരു നിഷ്കളങ്കതയോട് നവ്യ സംസാരിക്കുമ്പോൾ നമുക്കും ഇഷ്ടം തോന്നും. പല അനുഭവങ്ങളും രസകരമായിരുന്നു എന്നാണ് എൻ്റെ തോന്നൽ. മറ്റൊരു മത്സരാർത്ഥിയുമായി ഇനി നാളെ രാത്രി 9:30 മണിക്ക്. ഗുഡ് ബൈ.